കാലം തികഞ്ഞു, ദൈവചാരിത്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്നുള്ള വാക്യത്തിൽ ആരംഭിച്ച സുവിശേഷം കഴിഞ്ഞ 2019 വർഷങ്ങളായിട്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 1189 അധ്യായങ്ങളാൽ 31,173 വാക്യങ്ങൾ, 66 പുസ്തകത്തിൽ 42 എഴുത്തുകാർ, 1600 കൊല്ലങ്ങൾ കൊണ്ട് സത്യമായി ദൈവാത്മാവിനെ പ്രാപിച്ചെഴുതിയ ഈ വിശുദ്ധ വചനത്തിന്റെ ഓരോ വാക്കുകളും മനുഷ്യ ഹൃദയത്തിലാണ് രൂപാന്തരം നൽകുന്നത്. തിബരിയാസ് കേസറുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയാസ് പീലാത്തോസ് സഹൂദനാട് വാഴുമ്പോൾ ഒട്ടകരോമവും തോൽവാറും ധരിച്ച് വിരുത്താഹാരം കഴിച്ച ഒരു മനുഷ്യൻ, അതായത് വെട്ടുക്കിളിയും കാട്ടുതേനും, ഇത് രണ്ടും കൂടെ ആയുർവേദ പ്രകാരം കഴിച്ചാൽ അവന്റെ വയറിളവ് ഉറപ്പാ. പക്ഷെങ്കിൽ കൃപയുള്ളവനായിരുന്നത് കൊണ്ട് ഒരിളക്കവും തട്ടിയില്ല. ശക്തമായി ദൂതിലൂടെ ഇസ്രായേൽ രാഷ്ട്രത്തെ പിടിച്ചു കുലുക്കിയ മനുഷ്യൻ അക്ഷരാഭ്യാസമോ വിദ്യാഭ്യാസമോ ഇല്ലാതെ ഉദരത്തിലെ ആത്മാവിൽ നിറഞ്ഞ് പ്രവചനാത്മാവിൽ സ്വർഗത്തിലെ പേര് വെളിപ്പെടുത്തി കൊടുത്ത് മുന്നമേ ജനിച്ച ആ വലിയ മനുഷ്യൻ സത്യം വിളിച്ചു പറഞ്ഞു. ദൈവത്തിന് മഹത്വം. ഒരുത്തന്റെ നാവ് വണങ്ങിയില്ല. എന്തുകൊണ്ടാണ്? അത് ദൈവാത്മാവിന്റെ ശബ്ദമായിരുന്നു. കാലം തികഞ്ഞു, ഡേറ്റ് തികഞ്ഞു, ഇനി ഇത് വെച്ചോണ്ടിരിക്കാൻ സമയമില്ല. ദൈവം തമ്പുരാനും അടുത്തു. നോഹയുടെ കാലഘട്ടങ്ങളിൽ ദൈവം തമ്പുരാൻ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് അനുദപിച്ചു എന്നാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഉപമാരെ ഉണ്ടാക്കിയത് കൊണ്ട് ഒരു മനസ്സിന് സമാധാനം ഇല്ലല്ലോ എന്ന് പറയിപ്പിക്കേണ്ട ഗതികേട് വരെ മനുഷ്യൻ ദൈവം തമ്പുരാൻ ഉണ്ടാക്കി വെച്ചു. ദൈവം അനുദപിച്ചെന്നാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സകല ജഡവും ഭൂമിയിൽ ദൈവത്തിന്റെ വഴി വഷളാക്കിയിരുന്നു. അതിനെക്കാട്ടിലും കഷ്ടമായിട്ടാ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരം ഒറ്റ വഴിയേ ഉള്ളൂ. കാഹളം മുഴങ്ങും, യഥാർത്ഥ ദൈവജനം പോകും, രണ്ടായിട്ട് റൂട്ടിലേക്ക് ദൈവം തിരിച്ചുവിടും. LDF-ഉം UDF-ഉം തെരഞ്ഞു നിൽക്കുന്നത് പോലെ ഈ താഴത്തേക്കുള്ള വഴിയും മേലോട്ടുള്ള വഴിയും രണ്ടായിട്ട് മാറാൻ അധികം സമയം മുമ്പിലില്ല. കാലം തികഞ്ഞു, ദൈവരാജ്യമാണ് സമീപിച്ചിരിക്കുന്നത്. നിഷ്പാപ യുഗത്തിലും മനുഷ്യ ഭരണയുഗത്തിലും വാഗ്ദത്ത യുഗത്തിലും ന്യായപ്രമാണ യുഗത്തിലും ഒന്നും കാലം തികഞ്ഞില്ല. ഈ കൃപായുഗത്തിൽ കാലം തികഞ്ഞു. ദൈവപുത്രൻ മനുഷ്യാവതാരമെടുത്ത് ഭൂമിയിലേക്ക് കടന്നു വന്നു. അത് ദൈവവചനത്തിന്റെ നിവൃത്തിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17 മുതൽ 21 വരെയുള്ള ചില വേദവാക്യങ്ങളെ ആസ്പദമാക്കിയും അതിനോടനുബന്ധിച്ച് മറ്റു ചില സുവിശേഷങ്ങളിലെ തിരുവെഴുത്തും കൂടെ കൂട്ടിച്ചേർത്താണ് ഇന്ന് രാത്രി മാന്യ സഹോദരങ്ങളെ ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കരുത്. ഞാൻ പ്രാർത്ഥിച്ചാ വന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, കാര്യം നടക്കത്തില്ല. പെന്തക്കോസിന്റെ കറ തീർന്ന സുവിശേഷം ഇവിടെ പ്രസംഗിക്കുന്നത് കൾട്ടുകളെയും ദുരുപദേശക്കാരനെയും ഉന്തി വീഴ്ത്തുന്നവനെ ഊതി വീഴ്ത്തുന്നവനെ ആത്മവിശുദ്ധക്കാരനെ ന്യൂ ജനറേഷന്റെ നട്ടലൊടിക്കുന്ന രാത്രിയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്നീ പ്രാപിച്ച ആത്മാവും ഞങ്ങൾ പ്രാപിച്ച ആത്മാവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗമാളിക മുറയിൽ ഇറങ്ങി വന്ന ആത്മാവാണ് ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് ആ അനുഭവം ഞങ്ങൾക്കുണ്ടാകും. ഞങ്ങൾ അന്യഭാഷയിൽ ആത്മാവിൽ ആരാധിക്കും, ഞങ്ങൾ വിശുദ്ധിക്കും വേറെപാടും പ്രസംഗിക്കും, ഞങ്ങൾ സ്നാനം പ്രസംഗിക്കും, കർത്താവിന്റെ മടങ്ങിവരവിനെ കുറിച്ച് ഞങ്ങൾ പ്രതീക്ഷിക്കും, കഷ്ടങ്ങളും പ്രയാസങ്ങളും നിന്ദകളും ഞങ്ങൾ അനുഭവിക്കും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആത്മീയ റെക്കോർഡായിട്ട് ഞങ്ങൾ എടുക്കും. പിന്നത്തേതിനുള്ള പ്രതിഫലം ദൈവം ഞങ്ങൾക്ക് നൽകും. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 21 വേദവാക്യങ്ങൾ ആരെങ്കിലും ദൈവമക്കളെ വളരെ സ്പീഡിൽ ഒന്ന് വായിച്ചാട്ടെ. മുക്കി വായിക്കരുത്, വളരെ സ്പീഡിൽ വായിച്ചാട്ടെ. സമയം നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതുകൊണ്ട്. ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും മനുഷ്യനും ദരിദ്രനും കുരുടനും നഗ്നനും നിറയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടത് തീയിലൂതി കഴിച്ച പൊന്നും നിന്റെ നഗ്നന്റെ ലജ്ജ വെളിവാകാതെ കൊണ്ട് ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ് നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതാൻ ലേപും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പ്രിയമുള്ളവരൊക്കെ ഞാൻ ശാസിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കാം, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് എന്നോട് കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവരെ ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇപ്പോൾ വരം നൽകും. ഞാനും ജയിച്ചിട്ട് പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ 35 വർഷക്കാലമായി കർത്താവിന്റെ വചനഘോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പ്രാരംഭ സമയത്തുണ്ടായിരുന്ന പല കർത്തൃദാസന്മാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ പരമാർത്ഥമായിട്ട് ഓർപ്പിക്കുകയാണ്. മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ നിത്യതയിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാരുടെ ജീവിതാനുഭവങ്ങളും അവരുടെ കഷ്ടാനുഭവങ്ങളും അവരുടെ മനസ്സിന്റെ നിലവാരവും ഞാൻ വളരെ പരിശോധിച്ച ശേഷമാണ് എൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചത്. വാളകം കൊച്ചുകുറുവും വർക്കിയാശാനും തൊമ്മി ഉപദേശിയും മോശവത്സലും നഹാസ് ഗെയ്സോൺ സാറും വേട്ടമല പീലിപ്പോസ് ഉപദേശിയും മുട്ടങ്കി വർഗീച്ചാനും പത്തിച്ചുറഞ്ഞോനാച്ചനും കാലംപേരി മഷ്ടായും അഷ്ടമുടിയും വെച്ചനും കീഴുക്കരക്കൊച്ചു വാപ്പിയും കുറ്റപ്പുഴ കുരിയച്ചനും പന്തളം ശീമോനും മാമനും സന്യാസിയും വാര്യാപുരം ജോനാച്ചനും മല്ലപ്പള്ളി പൊടിക്കുഞ്ഞും മുണ്ടിയപ്പള്ളി ചാക്കോച്ചനും KE ഏബ്രഹാം സാറും ഇവരൊക്കെയും പ്രസംഗിച്ചുകൊണ്ടിരുന്ന സത്യദൈവത്തിന്റെ യഥാർത്ഥ മാർഗം
ഒരു ലിസ്റ്റിലാണ് എനിക്ക് നിൽക്കാൻ ആഗ്രഹം. അതാരെല്ലാം എതിർത്താലും എന്തെല്ലാം ചെയ്താലും കൊള്ളാം, അതേ അവർ പ്രസംഗിച്ച അതേ സുവിശേഷത്തിൽ സകലം പോലും മായം ചേർക്കാതെ അതുപോലെ തന്നെ പ്രസംഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്ക് മുമ്പേ പലവധി കർത്തൻ ോട് പ്രസംഗിച്ചിട്ടുണ്ടായിരിക്കാം. ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ശുശ്രൂഷയ്ക്ക് അതിൻ്റെതായ തേജസ്സും ഓജസ്സും ഉണ്ടായിരിക്കും. ദൈവത്തിന് മഹത്വം. ദൈവത്തിൽ നിന്നും കൃപ പ്രാപിച്ച് ശുശ്രൂഷിക്കുന്നവർക്ക് സാത്താനെ വിഷയമല്ല, കൂടോത്രം വിഷയമല്ല. അവർ മനുഷ്യരെ ഭയപ്പെടുന്നില്ല. അവർ വാഴ്ചകളെ, അധികാരങ്ങളെ, ഇരിപ്പിടങ്ങളെ, ഈ ലോകത്തിലെ ഒരു സാത്താന്യ ശക്തികളെ അവർ ഭയപ്പെടുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു ആ പെർമിഷൻ തന്റെ ദാസന്മാർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ദേശത്തുള്ള ഒരു വാഴ്ചകൾക്കോ ഇരിപ്പിടങ്ങൾക്കോ അതിരാത്രക്കോ കൂടോത്തരക്കാരനോ മന്ത്രവാദിനോ ദൈവത്തിന് അഭിഷേകം പ്രാപിച്ച ഒരു അഭിഷിക്തന്റെ മുമ്പിൽ വരാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ അതിനെല്ലാം ജയിച്ച ഒരു ശക്തിയാണ് കാൽവരിയുടെ കൊലക്കല്ലിൽ വെച്ച് യേശു നേടിയെടുത്തത്. ദൈവത്തിന് സ്തോത്രം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. എന്താണ് ഇവിടെ യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്? ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മാനസാന്തരത്തെ കുറിച്ചാണ് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മാനസാന്തരപ്പെട്ടവൻ സ്വർഗത്തിൽ പോകത്തില്ല. അയ്യോ, അത് കുറച്ച് ഭയങ്കരമായി പോയല്ലോ. സ്തോത്രം. സ്ഥാനപ്പെട്ടവൻ സ്വർഗത്തിൽ പോകത്തില്ല, വിശ്വസിച്ചവൻ സ്വർഗത്തിൽ പോകത്തില്ല. ഇതെല്ലാം എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയാൻ പോവുകയാണ്. സ്ഥാനപ്പെട്ടവൻ സ്വർഗത്തിൽ പോകാത്തത് എന്തുകൊണ്ട്? മാനസാന്തരപ്പെട്ടവൻ സ്വർഗത്തിൽ പോകാത്തത് എന്തുകൊണ്ട്? സ്തോത്രം. വിശ്വസിച്ചവൻ സ്വർഗത്തിൽ പോകാത്തത് എന്തുകൊണ്ട്? കർത്താവ് പറഞ്ഞു ഇങ്ങനെയാണ്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. 3 കൂട്ടം കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. 1 മാനസാന്തരം, 2 സത്യസുവിശേഷം, 3 വിശ്വാസം, വിശ്വാസത്താലുള്ള നീതീകരണം. ഇതിൽ ഒരെണ്ണം പോയിട്ടുണ്ടെങ്കിൽ പോക്ക് നടക്കത്തില്ല. ഇപ്പൊ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചെന്ന് ദുബായിക്ക് പോകാനായിട്ട് ചെല്ലു, പാസ്പോർട്ടും വിസയും ഉണ്ട്. ഒരെണ്ണം എവിടുത്തെ എമിഗ്രേഷൻ ഓഫീസിൽ ചോദിക്കും, വേർ ഇസ് യുവർ ടിക്കറ്റ്? ഇറങ്ങി പോകണമെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇനി ടിക്കറ്റും ഉണ്ട്, വിസയും ഉണ്ട്, വേർ ഇസ് യുവർ പാസ്പോർട്ട് എടുത്തില്ല, യു ഗെറ്റ് ഔട്ട്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ തന്നെ അതിന്റെ സംഭവം. ദൈവത്തിന് മഹത്വം. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. 1 മാനസാന്തരം, 2 സത്യസുവിശേഷം, 3 വിശ്വാസത്താലുള്ള നീതീകരണം. ഈ 3 കാര്യങ്ങൾ ഏത് വ്യക്തിയിൽ ഉണ്ടാകുന്നോ അവൻ ചാരാമ്പാടത്തിന്റെ മുകളിലൂടെ കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഉയരങ്ങളിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രിയിൽ അത് നമുക്ക് വളരെ ശ്രദ്ധാപൂർവം ഒന്ന് പഠിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. എന്താണ് മാനസാന്തരപ്പെട്ട ഒരു മനുഷ്യൻ? ഇറ്റാലിയൻ ആർമിയിൽ കൈസരി എന്ന ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവനൊരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു. അവൻ രാവിലെ എല്ലാ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാ. പക്ഷെ ഇയാൾക്കൊരു കുഴപ്പം, ഇവന്റെ വായിൽ നിന്നൊരു സ്തോത്രമോ ഇവന്റെ വായിൽ നിന്നൊരു ഹല്ലേലൂയായോ ഇവന്റെ ആയിന്ന് വരത്തില്ല. യേശു തമ്പുരാൻ എന്നുള്ള വിളിയവൻ അവന്റെ വായിൽ നിന്ന് മാത്രമല്ല, ഗുണപ്പെടാത്ത പെന്തക്കോസ്തുകാരുടെ വായിൽ നിന്നും ഒരു ഹല്ലേലൂയായും വരത്തില്ല, ഒരു സ്തോത്രവും വരത്തില്ല, യേശു തമ്പുരാൻ എന്നുള്ള വിളിയ വരത്തില്ല. അതൊക്കെ ഒരു വില കുറഞ്ഞ പരിപാടിയായിട്ടാണ് അവര് കാണുന്നത്. സ്തോത്രം. പണ്ട് ഹെരോദാവ് ദൈവത്തിന് മഹത്വം കൊടുക്കായികയാൽ കസേരയിൽ ഇങ്ങനെ, ഇത്ര നാടൻ ശൈലി കൂട്ടി പറയാം, കസേരയിൽ ഇങ്ങനെ ഞെളിഞ്ഞിരുന്നു. പ്രൈസ് ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഇരുന്നു. എന്തുകൊണ്ടെന്നറിയാവോ? അവിടെ കൂടിയ ജനമെല്ലാം ഇത് മനുഷ്യനല്ല ദേവനാന്ന് പറഞ്ഞ് ഇവനെ പുകഴ്ത്തി. ഇയാൾക്കൊന്ന് ചിന്തിക്കണമായിരുന്നു, തല്ല് കിട്ടാനുള്ള പണിയാ. തമ്പുരാനെ വിളിക്കാൻ പറഞ്ഞ് മുഹൂർത്തേണ്ട സ്ഥാനത്ത് ഇതെല്ലാം ഇവൻ മഹത്വം നേരിട്ടെടുത്തു. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂതൻ ഇങ്ങനെ മാറി നിൽക്കുകയായിരുന്നു. ഇവന്റെ ഇരിപ്പും കെട്ടും മട്ടും ഒക്കെ ആയിട്ട് ഇവനൊന്നും മിണ്ടുന്നില്ലെന്നറിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ ദൈവത്തിന് മഹത്വം. കർത്താവിന്റെ വചനവും ദൂതും ശബ്ദവും വെളിപ്പാടും ദർശനവും കേട്ടിട്ട് അനങ്ങാപ്പാറയായിട്ടിരുന്നാൽ ഏതു ഭാഗത്ത് അടി വരുന്ന അറിയാൻ പറ്റത്തില്ല. ഓത്രം. ദൈവത്തിന്റെ അടി മേടിച്ച് പലരും അനങ്ങാൻ മേലാതിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രയോഗിച്ച് ഈ കാലഘട്ടങ്ങളിൽ നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അവൻ രാവിലെ പ്രാർത്ഥിക്കുന്നവൻ, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനാണ്. ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇങ്ങേരെ പോലെ ചെയ്യുന്ന ഒരു മനുഷ്യനാൽ ആ ദേശത്തില്ല. ധാരാളം ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവൻ, എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവൻ, സകല ഗ്രഹത്തോടും ദൈവത്തെ ഭയപ്പെടുന്നവൻ, ഭക്തനായ ഒരു മനുഷ്യൻ. ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ ജാതികളുടെ ഇടയിൽ കാണുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. സ്തോത്രം. പക്ഷേ ദൈവമക്കളെ ഒരു കുഴപ്പം, ഈയുടെ ജീവിതത്തിൽ പ്രൈസ് ദി ലോർഡ് പറയത്തില്ല, ഹല്ലേലൂയ പറയത്തില്ല, സ്തോത്രം പറയത്തില്ല, യേശു എന്നൊരു നാവ് ഇവന്റെ വായിന്ന് വരത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനും ഈശ്വരനോടാ പ്രാർത്ഥിക്കുന്നവർക്ക് നല്ലൊരു തിരിച്ചടിയാണ് ഈ 10-ാം അധ്യായം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. രക്ഷകനാരാന്നറിയത്തില്ല, രക്ഷ എന്താണെന്നറിയത്തില്ല. ദൈവത്തിന് മഹത്വം. നല്ലൊരു മാനസാന്തരപ്പെട്ട ഹൃദയമുണ്ട്. ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാത്തൊരു മനുഷ്യൻ. പാവപ്പെട്ടവന്റെ കണ്ണുനീര് കണ്ട കൈ തുറന്ന് വല്ലതും കൊടുക്കുന്നവൻ, കൈ നിറഞ്ഞ് ശാപ്പാട് കൊടുക്കുന്നവർ, ഒരു പെണ്ണിനെ കെട്ടിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ കാശ് കൊടുക്കുന്നവൻ. എത്രയെത്ര. എൻ്റെ കുഞ്ഞേ, ഇന്ന് രാത്രി നീ മരിച്ച
പ്രവർത്തിച്ചാൽ നരകത്തിലെ കാല കിങ്കരന്മാർ തന്നെ നരകത്തിൽ കൊണ്ടുപോകും. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട്? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിലില്ല, നീ രക്ഷിക്കപ്പെട്ടവനല്ല, യേശുവുമായിട്ട് നിനക്ക് യാതൊരു ബന്ധവുമില്ല. പ്രൈസ് ദി ലോർഡ്. ആ സമയത്ത് ദൈവമക്കളെ, ഒരു ദൈവത്തിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിന് മഹത്വം. ഇവനോട് പറയുക, കൊർന്നല്യോസേ, നിന്റെ പ്രാർത്ഥനയും ധർമ്മവും ദൈവസന്നിധിയിൽ വന്നിട്ടുണ്ട്. പ്രാർത്ഥനയും ധർമ്മവും ചെയ്തതും പ്രവർത്തികളും പ്രാർത്ഥനയും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ പത്രോസ് എന്ന് പറയുന്ന ഒരു കർത്തൃദാസൻ യോപ്പ പട്ടണത്തിലുണ്ട്. അവനെ ആള് വിട്ട് നിന്റെ വീട്ടിൽ വിളിപ്പിച്ചൊരു യോഗം നടത്തി അദ്ദേഹം പറയുന്ന ദൂതുകൾ, അദ്ദേഹം യേശുക്രിസ്തുവിന്റെ ജനന മരണ പുനരുത്ഥാനങ്ങളെയും ന്യായവിധിയെയും പരിശുദ്ധാത്മാവിനെ കുറിച്ചും സ്നാനത്തെക്കുറിച്ചും ക്രിസ്തുവേശുള്ള നീതീകരണത്തെക്കുറിച്ചും ഒക്കെ നിന്നോട് പ്രസംഗിക്കും. അതവിടെ എഴുതിയിട്ടുണ്ട്. ഒരു 10 കൂട്ടം കാര്യങ്ങളുടെ ദൂത് ആ ഭവന പ്രാർത്ഥനയിൽ ഇവനെ കൊണ്ട് പത്രോസ് പ്രസംഗിച്ചു. അന്നേരം ഇയാൾക്ക് മനസ്സിലായത്, ഈ പോക്ക് പോയാൽ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല എന്ന് കൽപ്പിച്ച ആ തിരുവഴുത്തിലെ പ്രസക്തമായ ഭാഗങ്ങൾ എടുത്ത് പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചപ്പോൾ ചങ്കത്ത് കൈവച്ച് അദ്ദേഹം പറഞ്ഞു, യേശുവേ, എന്റെ ഹൃദയം അങ്ങേക്കായി തരുന്നു, അവിടുന്ന് എന്റെ ജീവിതത്തിലേക്ക് വരണമേ, അങ്ങന്റെ രക്ഷിതാവാണ്. അവനും കുടുംബവും സ്ഥാനമേറ്റെന്നാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടോ? മാനസാന്തരപ്പെട്ട സ്വർഗത്തിൽ പോകുമോ? അവന്റെ ജീവിതത്തിൽ യേശു വന്നു കഴിഞ്ഞപ്പോഴാണ് സ്വർഗരാജ്യം അവന് നൽകപ്പെട്ടു കൊടുത്തത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ആകാശത്തിന്റെ കീഴിൽ ഭൂമിയുടെ മുകളിൽ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി. സ്തോത്രം. പണ്ടൊരു കല്യാണം നടന്നു. കല്യാണം ഇവിടെ അല്ല നടന്നത്, നസ്രത്തിലൊരു കല്യാണം നടന്നു. കല്യാണത്തിന്റെ വരന്റെ പേര് യോസേഫ്, ഭാര്യയുടെ പേര് മേരിക്കുട്ടി. പ്രൈസ് ദി ലോർഡ്. പെണ്ണിന്റെയും ചെറുക്കന്റെയും വീട്ടുകാർ പരസ്പരം മൂപ്പന്മാർ പരസ്പരം ആലോചിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഡേറ്റ് ഇട്ട് കല്യാണത്തിന് ഡേറ്റ് തീരുമാനിച്ചു. നിശ്ചയം കഴിഞ്ഞു, കുറിയും വായിച്ചു. ഇന്ന വീട്ടിൽ ഇന്നാരുടെ മകൻ യോസേഫും ഇന്ന വീട്ടിൽ ഇന്നാരുടെ മകൻ മേരിയും തമ്മിലുള്ള വിവാഹം ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് വെച്ച് നടക്കുമെന്ന് നസ്രത്തിൽ കുറി വായിച്ചു. സ്തോത്രം. കല്യാണത്തിന്റെ ഡേറ്റും ഫിക്സ് ചെയ്ത് 3 മാസത്തെ അവധിയും വെച്ചു ഒരുക്കങ്ങൾക്ക് വേണ്ടി. 3 മാസം കഴിഞ്ഞപ്പോൾ ആ ഞെട്ടിപ്പിക്കുന്ന വാർത്ത മണവാളച്ചെറുക്കന്റെ ചെവിയിൽ വന്നത്. എന്തുകൊണ്ടാ? പ്രൈസ് ദി ലോർഡ്. പ്രതിസുത വധു ഗർഭിണിയാണത്രേ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോസേഫ് ആകപ്പാടെ വിഷമത്തിലായി. നാട്ടുകാരുടെ മുഖത്ത് അങ്ങനെ നോക്കും. ദൈവത്തിന് മുഖത്ത് ആ പഞ്ചായത്ത് മുഴുവൻ വിവരം പറഞ്ഞു. യോസേഫ് യാത്രയിൽ എഴുന്നേറ്റു. അവിടുന്ന് ഗൂഢമായി മറിയെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ തീരുമാനിച്ചു. അന്നു രാത്രിയിൽ ദൈവം യോസേഫിനോട് ഇടപെട്ടു. യോസേഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളാൻ നീ മടിക്കണ്ട. അവിഹിത ബന്ധത്താലോ അനാശാസ്യ പ്രവർത്തനത്താലോ അവൾ ഗർഭിണിയായതല്ല. മറിയ ഗർഭിണിയായത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത്രേ. ആ സത്യം യോസേഫിനോട് മാത്രമാണ് ദൈവം പറഞ്ഞത്. പിറ്റേ ദിവസം പ്രിയപ്പെട്ടവരെ, യോസേഫ് എഴുന്നേറ്റ് വീട്ടുകാരോടും സ്വന്തക്കാരോടും ഒക്കെ പറയുക. എന്താണെന്നറിയാമോ? ഇന്നലെ രാത്രിയിൽ എന്നോട് ദൈവം പറയുക, ആ ഗർഭിണിയായ മേരിയെ നീ കെട്ടിക്കോ, അവൾ പരിശുദ്ധാത്മാവിലാണ് ഗർഭിണിയായും. പ്രൈസ് ദി ലോർഡ്. അവരെ അതെ, വേല നിന്റെ കയ്യിൽ ഇരിക്കട്ടെ, നീ വേണേ അവളെ വേണേ കെട്ടിക്കോ, ഇത്രയും കല്യാണത്തിനൊന്നും ഞങ്ങളെ കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവളെ വേണേ എന്തിനാ വല്ലവരുടെയും കുട്ടിയെ ചുമക്കാൻ പോകുന്നത്? നാണമില്ലാത്തവരെ. അപമാനത്തിന്റെ വാക്കുകൾ അവൻ ധാരാളം കേട്ടിട്ടുണ്ട്, ഉറപ്പാ. കാരണം ദൈവം പറഞ്ഞ കാര്യം സമൂഹം ഒരിക്കലും അംഗീകരിക്കത്തില്ല. ഇന്ന് രാത്രി വ്യക്തിപരമായി ദൈവം നിന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, അത് മറ്റാരും അത് അംഗീകരിക്കത്തില്ല. യോസേഫിനോട് ദൈവം ഒരു കാര്യം പറഞ്ഞു, അവന്റെ അപ്പം പോലും അത് വിശ്വസിച്ചില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ആ അപമാനം യോസേഫ് ഏറ്റെടുത്തു. സ്തോത്രം. ആ നിന്ന യോസേഫ് ഏറ്റെടുത്തു. ദൈവശബ്ദം കേട്ട് ഇന്ന് രാത്രി ഒരു അപമാനമോ ഒരു നിന്നയോ ഒരു കഷ്ടതയോ നീ ഏറ്റെടുത്താൽ അതിന്റെ നടുവിൽ ദൈവമഹത്വം വെളിപ്പെടും. ആ അപമാനം അവൻ ഏറ്റെടുത്തത് കൊണ്ടാണ് ആ കുടുംബത്തിൽ ലോകരക്ഷിതാവ് ജനിച്ചു. മാനവജാതിയുടെ അപമാനം മാറ്റാൻ യോസേഫ് അപമാനം ഏറ്റെടുത്തത് കൊണ്ട് സകല അപമാനവും മാറ്റി മനുഷ്യനെ മാന്യതയാക്കുന്ന ആ പരിശുദ്ധമായ നാമം ആ കുടുംബത്തിലാണ് ജനിച്ചത്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മനസ്സിലായോ? അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവാത്മാവിന് നിങ്ങളോട് പറയാനുള്ളത്, നീ സമ്പന്നനാകേണ്ടതിന് തീയിലൂതി കഴിച്ച പൊന്ന്. എന്താ ഈ തീ കഴിച്ച? ആരിക്കാസിന്റെയും ജോസ്കോയുടെയും 9/6 കാര്യമല്ല ഈ പറയുന്നത്, തങ്കത്തെ കുറിച്ചല്ലേ പറയുന്നത്. ഇവിടെ പൊന്നിനെ ഊമിച്ചിരിക്കുന്നത് കഷ്ടതയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തു ജനത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ മാർഗം ആയുധമായി ധരിപ്പീൻ. അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടതുകൊണ്ട് ഒരുത്തനും മാനസാന്തരപ്പെടത്തില്ല. പക്ഷേ കഷ്ടതയിലൂടെ, നിന്നയിലൂടെ, അപമാനത്തിലൂടെ, ഒറ്റപ്പെടലിലൂടെ കടന്നുപോയാൽ ആ വ്യക്തി വാസ്തവമായിട്ടും മാനസാന്തരപ്പെടുക തന്നെ ചെയ്യും. യേശു തിബരിയാസ് കടലിന്റെ തീരത്ത് 4 യോഗങ്ങൾ നടത്തി. 10,000 ലക്ഷങ്ങൾ തടിച്ചുകൂടി. എത്ര പേര് മാനസാന്തരപ്പെട്ടു, എത്ര പേര് രക്ഷിക്കപ്പെട്ടു. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനും അപ്പം
അപ്പം തിന്നാനുമാണ് അവിടെ വന്നത്. യേശു തന്നെ പറഞ്ഞു, നിങ്ങളുടെ വരവിന്റെ ഉദ്ദേശം എനിക്കറിയാം, അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുവാനും അപ്പം തിന്നാനുമാണ് വന്നത്. അവർ മാനസാന്തരപ്പെടുവാൻ വന്നതല്ല. എന്നാൽ കഷ്ടങ്ങളിലൂടെ കടന്നുപോയ വിശുദ്ധന്മാർ, വിശ്വാസികൾ, നിന്ദയിലൂടെ കടന്നുപോയവർ, എതിർപ്പിലൂടെ കടന്നുപോയവർ, അവർ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെട്ടു. അവർ നിത്യജീവൻ അവകാശികളായി മാറി. ദൈവത്തെ സ്തുതിച്ചാട്ടെ. പച്ചപ്പാതിരാത്രിക്ക് വേട്ടമലെ പീലിപ്പോസ് ഉപദേശി എന്ന് പറയുന്ന കട്ടൻ കപ്പയും കുറിച്ചിത്തലയും തൊണ്ട് കാപ്പിയും കുടിച്ച് ജീവിച്ച ആ പാവപ്പെട്ട മനുഷ്യൻ ചാണകം മെഴുകിയ തറയെ കിടന്നുകൊണ്ട് അദ്ദേഹം പാതിരാത്രിക്ക് പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന്റെ ബാങ്കിൽ പൈസ ഇല്ല, പലപ്പോഴും പട്ടിണിയായിരുന്നു. ആ പാവപ്പെട്ട ആ ദൈവദാസന് അന്ന് എഴുതിയ പാട്ട് ഇപ്പൊ പാടും. ആ പാട്ട് നിങ്ങൾ കേൾക്കണം, നിങ്ങൾ ചേർന്ന് പാടണം. പ്രസക്തമായ ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇന്ന് രാത്രി ചില കീറാമുട്ടികളും ചില ചുമടുകളും നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവം ഒഴിവാക്കി വിടാൻ പോവുകയാണ്. ദൈവത്തിന് മഹത്വം. നിന്റെ കണ്ണിനെ ഇന്ന് രാത്രി ദൈവം തുറക്കും. ഈ കണ്ണിനെ അല്ല, നിന്റെ ആത്മീയ കണ്ണിനെ പ്രകാശിപ്പിക്കുമ്പോൾ ചില ഗൂഢ സത്യങ്ങൾ നിനക്ക് വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. സ്തോത്രം. ജീവിതം പോൽ ഭാഗ്യം പാരിലും തുള്ളും. ജീവിതം പോൽ ഭാഗ്യം പാരിലും തുള്ളും. ക്രിസ്തീയ ജീവിതം പോലെയുള്ളൊരു മകൾ ഭാഗ്യമാം ജീവിതം പാരിലും തുള്ളൂ. മകൾ തുണ്ടോ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലും തുള്ളൂ. ക്രിസ്ത്യ കഷ്ടതയും പട്ടിണിയും ഏറിടും നേരം, കഷ്ടതയും മനപേശം കൂടാതെ നിൽപ്പാൻ ശക്തി നൽകുന്ന നിൽപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലും തുള്ളും. ക്രിസ്ത്യ ഭാഗ്യം പാരിലും തുള്ളൂ. കൂട്ടുകാരിൽ പരമായി തന്നെ പോറ്റുന്ന നിന്നെ പോറ്റുന്നവനാണ്. നല്ല പെട്ടമ്മയിൽ അൻപേറുന്ന യേശു പോലായോ, നല്ല പെട്ടമ്മയിൽ അൻപേറുന്ന യേശു പോലായോ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലും തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലും തുള്ളൂ. പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ, പരിഹാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ, സ്വന്തം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന സ്വന്തം പാടി ആശ്വസിപ്പാൻ ശക്തി നൽകുന്ന ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലും തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലും തുള്ളൂ. ജീവിതം പോൽ ഭാഗ്യം പാരിലും തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലും തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലും തുള്ളൂ. ക്രിസ്ത്യ ജീവിതം പോൽ ഭാഗ്യം പാരിലും തുള്ളൂ. നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്ന്. കഷ്ടതയിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു നന്നായിട്ട് കഷ്ടം അനുഭവിച്ചു. പൗലോസിന്റെ ജീവിതത്തിൽ ശരിക്കും കഷ്ടം അനുഭവിച്ചു. പിന്നത്തേതിൽ അവരൊക്കെയും തേജസ്സിന്റെ ശുശ്രൂഷകന്മാരായിട്ട് മാറി, ദൈവമക്കളായിട്ട് മാറി. സ്തോത്രം. കഷ്ടങ്ങളിൽ ദൈവം ഏറ്റവും അടുത്ത തുണയാകുന്നു. രണ്ടാമതായിട്ട് ഒത്തിരി വിശദീകരണം ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ അവിടെ സമയം അനുവദിക്കുന്നില്ല. രണ്ടാമതായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതക്കവണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പ്. മൂന്നാമത്തെ പ്രാവശ്യം ആ ഡ്രസ്സ് മാറുന്നത്.
സ്തോത്രം. ഏദൻ പർദീസയിൽ വെച്ച് തെറ്റിപ്പിരിഞ്ഞ രണ്ടുപേരുണ്ടായിരുന്നു. ആദം ഹവ്വ ദമ്പതികളും ദൈവമായിട്ട് തെറ്റിപ്പിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രതീക്ഷയോടുകൂടെ തോട്ടമുണ്ടാക്കി അതിൻ്റെ അകത്ത് വെണ്ടയ്ക്ക, ചീര, ചേന, ചേമ്പ്, കടവലം കണ്ടുകണിച്ചാടി എല്ലാം തമ്പുരാൻ ഉണ്ടാക്കി കൊടുത്തു. സ്തോത്രം. തോട്ടം കാക്കാനും വേലയക്കാനും ഇവരെ ആക്കി വെച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേറെ ആരും അവിടെ ഇല്ലാത്തത് കൊണ്ട് അവർ നഗ്നരായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവരങ്ങനെ മനോഹരമായ രീതിയിൽ തമ്പുരാന്റെ തോട്ടത്തിൽ താമസിച്ച് വരുമ്പോൾ ഒരു കണ്ടീഷൻ കൊടുത്തു. ഈ നിൽക്കുന്ന മരത്തിന്റെ, ഈ വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുത്. ഞങ്ങൾ തിന്നത്തില്ല, അങ്ങോട്ട് നോക്കുക പോലും ചെയ്യത്തില്ലെന്ന് ഒരുപക്ഷെ മനസ്സിൽ ശശിയിൽ പറഞ്ഞിരിക്കാം. തമ്പുരാന്റെ അസാന്നിധ്യത്തിൽ ഇതെല്ലാം ചെയ്യേണ്ടവൻ അതിൻ്റെ അകത്ത് നുഴഞ്ഞു കയറി. പ്രൈസ് ദി ലോർഡ്. പുറകിലത്തെ മറയിലൂടെ സാത്താൻ എഴഞ്ഞു കയറി ഈ പഴം പറിച്ച് സഹോദരിക്ക് കൊടുത്ത് ആദ്യം അവളെ വശത്താക്കി, പകുതി കൊണ്ട് അച്ചായനെ വശത്താക്കി ആ കുടുംബത്തെ അവൻ തകർത്ത് തരിപ്പണമാക്കി. ദേഹട തൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ 4 മണിക്ക് ഇറങ്ങി വരിക. മക്കളെ കാണാനായിട്ട് അവിടെ ഇരുന്നിട്ട് സ്വസ്ഥതയില്ല. കുഞ്ഞുങ്ങൾ ഭൂമിയിൽ അവരെ കാണാൻ ഇറങ്ങി വരിക. സ്തോത്രം. നടന്നു വന്ന് മക്കളെ എന്ന് വിളിച്ചു. ആദാമേ നീ എവിടെ? അങ്ങനെ വിളിച്ചത്. തമ്പുരാന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ പെരുവെള്ളത്തിന്റെ ശബ്ദം പോലാണ്. ആദാമേ നീ എവിടെ? ഞാനിവിടെ ഉണ്ട്. നീ എവിടെ? എനിക്ക് അങ്ങോട്ട് വരാൻ മേലാത്ത ഒരു അന്തരീക്ഷത്തിൽ ഞാനിവിടെ നിൽക്കുക. അപ്പാ അന്നേരം വിവരം തമ്പുരാന് മനസ്സിലായി. ഞാൻ നിന്നോട് ആ തിന്നരുതെന്ന് പഴം പറഞ്ഞ് നീ തിന്നായിരുന്നോ? ഞാനത് 2 കഷ്ണം. ആ സഹോദരി എനിക്ക് പഴിച്ചതെന്ന് പറഞ്ഞു. അവളെ വിളിച്ച് ചോദിച്ചു, നീ അത് അവന് പറിച്ചു കൊടുത്തോന്ന് ചോദിച്ചു. അത് ഞാൻ പറിച്ചതല്ല, മറ്റേ പുള്ളി, ഞങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു, പുള്ളി തന്നാന്ന് പറഞ്ഞു. പാമ്പിന് ഇവരാ സെക്കൻഡ് ദൈവമക്കളെ ക്ഷമ ചോദിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഈ ഗതികേട് എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകത്തില്ലായിരുന്നു. അവർ കാണിച്ച ആ കുരുത്തക്കേടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന. ആദാമ്യ പാപം മൂലം മനുഷ്യവർഗം മുഴുവൻ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങേര് അവിടെ വെച്ച് തമ്പുരാനോട് ക്ഷമ ചോദിച്ചിരുന്നുവെങ്കിൽ ഉണ്ടല്ലോ, കർത്താവേ ഞങ്ങളോട് ക്ഷമിക്കണമേ, അറിവില്ല ചെയ്തു പോയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ യഹോവ നല്ലവന് ക്ഷമിക്കുന്നവനുമായനെ. ചോദിച്ചില്ല. പന്നര എന്നാ എടുത്തു? പ്രൈസ് ദി ലോർഡ്. ഭർത്താവ് ഭാര്യയുടെ കുറ്റം ചോദിച്ചു. ഭാര്യ സാത്താനം കുറ്റം. 3 പേരും കൂടെ ഞങ്ങൾ പരസ്പരം കുറ്റം ചോദിച്ചു. നീയാണോ? ഞാനല്ല. നീയാണോ? അല്ല ഞാനാണോ? ചില കമ്മിറ്റിക്കകത്ത് കിടന്നുണ്ട് ഓരോരുത്തർ പറയുന്നല്ലോ നീയാണോ? കേടാ ഇരിക്കുന്ന കണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൊരിച്ചുണക്കൻ, പൂക്കണ്ടൻ, മുണ്ടൻ, മുടന്തൻ, ഒട്ടക്കാലൻ. പ്രൈസ് ദി ലോർഡ്. സുഖമായിട്ട് ഡെലിവറി നടക്കേണ്ട സഹോദരിമാരൊക്കെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ വേദന കൊണ്ട് പൊളഞ്ഞ് അവരെ ഡെലിവറി നടത്തുന്നു. അതുപോലെ തന്നെ രാവന്തിയോളം തൂമ്പായും മെറ്റിലടിച്ചു ആ സഹോദരന്മാർ കാശുണ്ടാക്കുന്നത് വിയർപ്പിന്റെ ഫലം കൊണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നിട്ടും വൈകിട്ട് കീശ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ല. വടി കൊണ്ട് തടി മേടിക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇറങ്ങിപ്പോകാൻ പറഞ്ഞു രണ്ടും കൂടെ. ഇതിൻ്റെ അകത്ത് കിടന്ന് ഇത് നാശമാക്കരുതെന്ന് പറഞ്ഞു. ഇനി കുറച്ച് ഉള്ള പണം കൂടെ തിരിച്ചാൽ ആകെപ്പാടെ കുളവാക്കും. അങ്ങനെ രണ്ടിനെ അടിച്ച് പുറത്താക്കി. സ്തോത്രം. യഹോവയായ ദൈവം തിരിയുന്ന വാളുമായി ദൂതനെ നിർത്തി തെറ്റിപ്പിരിഞ്ഞ കുടുംബത്തെ ക്രൂശിലെ സ്നേഹത്തിലൂടെയാണ് അടുപ്പിക്കുന്നത്. അപ്പൊ ഈ പുറത്തു പോകുന്നതിന് മുമ്പായിട്ട് ഇവർ വേറൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയായിരുന്നു കേട്ടോ. സ്തോത്രം. എന്താ അഡ്ജസ്റ്റ്മെന്റ് അറിയോ? ഒരു അത്തിമരം ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. സ്തോത്രം. സഹോദരി പറഞ്ഞു, അച്ഛാ അത്തിമരത്തെ ഇപ്പൊ തൽക്കാലം അത്തിയിലെ ഒരു 5-6 കൂട്ടി തുന്നിട്ട് കുട്ടിപ്പാവാട ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ഒന്ന് അങ്ങേർക്കും കൊടുത്ത് ഒന്ന് വരും എടുത്ത് പാവാട കുട്ടിപ്പാവ കേട്ട് സൂചിച്ചിരിക്കുക. രാവിലെ 8 മണിക്ക് ഇത് ഉണ്ടാക്കിയതാ. അപ്പോൾ 12:30 1 മണി ആയപ്പോഴത്തേനും ഒരു കരിഞ്ഞ മണം നോക്കിയപ്പോൾ തന്നെ ഉണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹാലയിലെ പുകയില ഉരുട്ടുന്ന പോലെ അത്തിയില ഉരുണ്ടിരിക്കുന്നു. പ്രൈസലോ. പിന്നത്തെ അവസ്ഥയൊന്നും എനിക്കറിയത്തില്ല. സ്തോത്രം. അപ്പോൾ അതിൻ്റെ കഥ തീർന്നു. നീ ഉണ്ടാക്കുന്നതൊക്കെ ഇത്രയേ ഉള്ളൂ. പ്രൈസലോ. ആർട്ടിഫിഷ്യലായിട്ട് നിന്റെ സ്വന്തം ബുദ്ധിയിലും ചിന്തയിലും നീ ഉണ്ടാക്കി വെക്കുന്നതെല്ലാം ഇതുപോലെ കരിഞ്ഞ് ചാരമായിട്ട് മാറും. യഹോവയായ ദൈവം എന്നെ എടുത്തൊരു മൃഗത്തെ കൊന്ന് അതിൻ്റെ തോലുകൊണ്ട് ഒരു സൂപ്പർ ഡ്രസ് ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ അതിനും വലിയ കാലപ്പഴക്കം ഉണ്ടായില്ല. മൃഗത്തിൻ്റെ തോലല്ലേ, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതും ചുരുങ്ങി പോയി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പിന്നെയാണ് മനുഷ്യൻ പരുത്തി നൂല് കണ്ടുപിടിച്ചു. അങ്ങനെ സിൽക്ക് വസ്ത്രങ്ങൾ ഉണ്ടാകുന്നു. മായാമോഹിനി ചുരിദാറ്, പാക്കാൻ കടിച്ചു പറിച്ച പോലെയുള്ള ജീൻസ് പാൻറ്. പിന്നെയാണ് ആധുനിക വേഷങ്ങൾ. തൊപ്പിക്കോഴിയുടെ തല, ആട്ടുംപുട്ടൻ്റെ താടി, വെടിമരുന്നിൻ്റെ മണം, മുട്ടയിലിട്ട് മുറുക്കുന്ന പാൻറ്. ദൈവത്തിന് മുഖത്തിന് ധാരാളം തൊപ്പിക്കോഴികൾ നമ്മുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ സ്തോത്രം. ആ ഭാഗം അവിടെ ഇരിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം. പ്രൈസ്. ഇതൊന്നും തൊപ്പിക്കോഴിക്കൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. വചനത്തിനും വിശുദ്ധിക്കും വേർപാടിനും സത്യത്തിനും നിൽക്കുന്ന ദൈവമക്കൾക്കും ദൈവദാസന്മാർക്ക് വളരെ സന്തോഷമാണ്. സ്തോത്രം. അങ്ങനെ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് അവസാനത്തെ വസ്ത്രം ദൈവം കൊടുക്കാൻ പോവുകയാണ്. ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. അവന് നല്ല ഒന്നാമത്തെ ഉടുപ്പ്, ഒരു വെള്ളയുടുപ്പ് അവന് കൊടുക്കുകയാണ്. അവിടെ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഉടുപ്പ് ആർക്കാണ് ലഭിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് 1-2 കാര്യങ്ങൾ വളരെ വ്യക്തമായി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സാധാരണ സുവിശേഷം കേൾക്കുന്നത് പോലെ ഇത് കേട്ടച്ചു പോകരുത്. ദൈവത്തിന് മഹത്വം. ഞങ്ങളാരും യേശുവിനെ തേടി പോയതല്ല.
എവിടെങ്കിലും ഉപദേശമാരുണ്ട് തെരഞ്ഞു പിടിച്ച് 2 കൊടുക്കുവാനും ഇന്ത്യയിൽ സുവിശേഷം വളരാതിരിക്കുവാൻ, യേശുവിൻ്റെ നാമം ഉയരാതിരിക്കാൻ പ്രവർത്തിക്കുന്ന ഒരു പല സംഘടനയുടെ നേതാവായി പ്രവർത്തിച്ച് ജീവിതം തകർന്ന് സമാധാനം നഷ്ടപ്പെട്ട് ഭാര്യയും കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് റെയിൽവേ പാളത്തെ തലവെച്ച് മരിക്കാൻ പോയപ്പോൾ ഇന്ന് ലൈവായിട്ട് ജീവിച്ചിരിക്കുന്ന IPCയിലെ ഒരു സീനിയർ പാസ്റ്ററുടെ സമയോചിതമായ ഇടപെടലാണ് എനിക്ക് ഈ രക്ഷാമാർഗം തുറന്നു കിട്ടിയത്. അല്ലാതെ ഞാൻ പെന്തക്കോസ്തുകാരുടെ യോഗത്തിൽ പോയിട്ടോ അവരുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടോ അല്ല. ആത്മഹത്യക്ക് വേണ്ടി അല്പനിമിഷങ്ങൾ മാത്രമുള്ളപ്പോൾ ആ വലിയ മനുഷ്യനിലൂടെ ദൈവം ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അനേകരെ വിറപ്പിച്ച് എന്നെ ദൈവം തമ്പുരാൻ വിറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആ ഒരു മതപരിവർത്തനം നടത്തിയതല്ല, ഒരു ആത്മീയ മനപരിവർത്തനത്തിലൂടെ ദൈവം തന്ന ഒരു മാർഗമാണിത്. നിന്റെ നഗ്നതയുടെ ലജ്ജ തെളിവാകാതാക്കാൻ ലഭിക്കാൻ വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും നിന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ എന്നോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം വിലയ്ക്ക് വാങ്ങാനുള്ളതാണ്, ഇത് വില കൊടുത്ത് മേടിക്കാനുള്ളതാണ്. യേശു തന്റെ ചങ്കിലെ ചോരയാൽ നിന്നെ വിലയ്ക്ക് മേടിച്ചെങ്കിൽ ദൈവത്തിന് മഹത്വം. നീ വില കൊടുത്ത് അവിടുന്ന് ചിലത് ഇങ്ങോട്ട് മേടിക്കാനുണ്ട്. ചോര കൊടുത്ത് നിന്നെ മേടിച്ചെങ്കിൽ നീ വില കൊടുത്ത് മേടിക്കാനുള്ളതാണ്. എന്താണ്? കണ്ണിലെഴുതാനുള്ള ലേപം. എന്താണ് ഈ കണ്ണിലെഴുതാനുള്ള ലേപം? ഈ അധ്യായം വായിച്ചാൽ കഷ്ടതയുടെ പൊന്നും, പ്രൈസ് ദി ലോർഡ്, വിശുദ്ധിയുടെ വസ്ത്രവും കാഴ്ചപ്പാടും ദൈവമക്കൾക്ക് ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടങ്ങളിൽ കഷ്ടത ദൈവമക്കൾക്ക് ആവശ്യമല്ല. കഷ്ടത ഇല്ലെന്നാണ് പറയുന്നത്. എന്തെങ്കിലും പ്രസംഗിച്ചോ കുഴപ്പമൊന്നുമില്ല. ഇതിനോടനുബന്ധിച്ച് ഒരു വാക്യം കൂടെ വായിക്കാൻ താല്പര്യപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യവും 14-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കാം. വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം എടുത്താണ്. എന്നാൽ അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. മതി. 14-ാമത്തെ വാക്യം കൂടെ വായിക്കാട്ടെ. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ടു. അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. യേശു വലിയ പബ്ലിസിറ്റി ആയിട്ടല്ല പോയത്. യേശുവിൻ്റെ ശുശ്രൂഷയെല്ലാം വല്ല ഒതുക്കത്തിലും സാവധാനത്തിലും വളരെ ആസൂത്രിതമായിട്ടായിരുന്നു കർത്താവിൻ്റെ ഓരോ ശുശ്രൂഷകളും. കാരണം കർത്താവ് ഒരിക്കലും പബ്ലിസിറ്റി എടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല, സ്വയം പേരെടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. പിതാവിൻ്റെ നാമം മാത്രമായിരുന്നു ആ പുണ്യാത്മാവിൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത്. ഇന്ന് സ്വന്തം പേരിന് വലുതാക്കാൻ, സ്വന്തം നാമത്തെ വലുതാക്കാൻ ശ്രമിക്കുന്നവരൊക്കെ അത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കൊരു വർഷം ഒരു 45 ക്രൂസൈഡുകൾ ഞാൻ പ്രസംഗിക്കാറുണ്ട്. ഒരു കട്ടൗട്ടറെ ഫോട്ടോ വെക്കുവോ, ഒരു ഫ്ലെക്സലിൻ്റെ ഫോട്ടോ അടിച്ച് വെക്കുവോ, സ്റ്റേജിൽ കയറുമ്പോൾ കയ്യടി സ്വീകരിക്കുകയോ, പൂമാല, പൂച്ചണ്ട, മെതിയടി, പ്രൈസ് ദി ലോർഡ്, ഷർട്ട് കുത്താനുള്ള വീരചക്രം, ഇതൊന്നും ഞാൻ മേടിക്കാനില്ല. സ്തോത്രം. ഞാനൊന്നുമില്ല. ഞാൻ വിടും പൊടിയും വെണ്ണീറുമായിരിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ. യേശു തമ്പുരാനാണ് എന്നിലൂടെ സംസാരിക്കുന്നത്. എൻ്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹമുണ്ടായിരുന്നു, എനിക്ക് കട്ടൗട്ടേക്കാരനോ, എല്ലാവരും എന്നെ അറിയണം, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, ഞാൻ വലിയവനാകണമെന്ന്. ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു, നിന്നെ കാണാനല്ല അവിടെ ആൾക്കാർ വരുന്നത്, എൻ്റെ വചനം കേൾക്കാനാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതിനാലെ പാട്ടുപെട്ടി വെച്ച് ആയുധം വെച്ച് കീഴടക്കി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇനി എവിടെ ചെന്നാൽ യേശുവിനെ ഉയർത്തുക മാത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. 63 വയസ്സായി. കർത്താവിൻ്റെ കൃപയാൽ യാതൊരു അസുഖവുമില്ല. എത്ര കിലോമീറ്റർ ഓടാൻ, ചാടാൻ, പ്രഷർ, BP, കോച്ച്, കുളത്ത്, കൂർക്കമ്പലം, പല്ലുകൊടി, പ്രൈസ് ദി ലോർഡ്, ദ്രവ്യാഗ്രഹം, നിഹളം, അഹങ്കാരം, ജാട, ഈഗോ, മാരുതി, ലൈലാൻഡ്, ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. എല്ലാം തല്ലിക്കൊന്ന് ഞാൻ കുഴിച്ചു മുട്ടി അതിനുള്ള കുരിച്ചു നാട്ടി. ഇന്നല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഡിഗ്രി ഇല്ല, ക്വാളിഫിക്കേഷൻ ഇല്ല, BTH ഇല്ല, CTH ഇല്ല, BD ഇല്ല, പ്രൈസ് ദി ലോർഡ്, മുദ്രയില്ല, വയറില്ല, ഒന്നുമില്ല. ഒന്ന് മാത്രം അറിയാൻ, പാപിയായിരുന്നു, യേശു കർത്താവിനെ രക്ഷിച്ചു. സ്തോത്രം. ഒറ്റ ഭാഷ മാത്രം അറിയാം, മലയാളം. അത് വെച്ച് ലോകത്തിന്റെ 3 ഭൂഖണ്ഡങ്ങളിൽ 16-ൽ പല ലോകരാജ്യങ്ങളിൽ സഞ്ചരിച്ചു. പ്രൈസ് ദി ലോർഡ്. ജർമ്മനിയിലെ ലോകരാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സംസാരിക്കാൻ യാതൊരു കഴിവും പ്രാപ്തിയില്ലാതെ ഈ നിൽക്കുന്ന പാവപ്പെട്ട എന്നെ ദൈവം തമ്പുരാൻ ഉപയോഗിച്ചു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുവിൻ്റെ ജന്മനാട്ടിൽ, ആ പുണ്യഭൂമിയിൽ അവരുടെ പ്രത്യേക ക്ഷണനപ്രകാരം കടന്നു ചെന്ന് 1 മാസം താമസിച്ച് കൺവെൻഷൻ നടത്തി അവരുടെ ഭാഷയിൽ സംസാരിച്ച് 4 ഇസ്രായേലികളെ യോർദാനിൽ സ്ഥാനപ്പെടുത്തി നസ്രത്തിൽ ഒരു വലിയ പടുകൂറ്റ സഭയും സ്ഥാപിച്ച് സഭയ്ക്ക് പേര് വിട്ട് അത് വളർന്നുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്നെല്ലാം ഉപയോഗിച്ചത് എൻ്റെ പ്രാർത്ഥനാ ജീവിതമായിരുന്നു. ദൈവസന്നിധിയിലെ പൊട്ടിക്കരച്ചിലായിരുന്നു, ഏകനായിട്ടുള്ള നിലവിളിയായിരുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, തിയറിക്കും, തോട്ട്സിനും, ഹിസ്റ്ററിക്കും, ചരിത്രത്തിനും, സൂര്യനും ചന്ദ്രനും തൂക്കത്തിൻ്റെ പിറകെ അനേകർ ഓടുമ്പോൾ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ നീ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിട്ട് മാറിയാൽ, വചനത്തിൻ്റെ വെളിപ്പാടെല്ലാം ദൈവം നിന്നെ നിറച്ച്, ഇരുട്ടിന്മേൽ അധികാരം ദൈവം നിനക്ക് തന്ന്, വചനത്തിൻ്റെ വാതിൽ തുറന്ന് ദൈവം നിന്നെ ജയകരമായി നടത്തും. ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരണം. പ്രൈസ് ദി ലോർഡ്.
പൊത്തമ്പുറത്ത് തിരുമേനി ഇരിക്കുന്ന പോലെ ആരും കസേര കയറി ഇരിക്കരുത്. ചിലപ്പോൾ ആശീർവാദത്തിന് മുമ്പായിട്ട് ആംബുലൻസ് വരേണ്ടതായിട്ട് വരും. തങ്കച്ചേറാകാടി എത്ര നാൾ കേട്ടിടും ശങ്ക കൂടാതെ നിന്നെ തള്ളി സങ്കേതം ഞാൻ പോട്ടു തന്നേർക്കന്നോർത്തിത സങ്കട പേടിടും സങ്കേതം ഞാൻ കൊടു തന്നേർക്കന്നോർത്തിത സങ്കട പേടിടുന്നു എന്നോട് വസിച്ചിടുവാൻ സ്വർഗ മന്ദഭൂമി ഇറങ്ങി വന്ന ഉന്നതനാന്തങ്ക പ്രാവേ നീ വന്നിൽ എന്നു വസിക്കാവണ ഉന്നതനാന്തങ്ക പ്രാവേ നീ വന്നിൽ എന്നു വസിക്കാ ജീവിതമെന്നും ശരി ായിട്ടില്ലയോ ജീവിപ്പിക്കൂ കർത്തനേ വന്നു ജീവനും സ്നേഹവും തന്നെ ജീവിപ്പിച്ചിടേണമേ വന്നു ജീവനും ശക്തിയും സ്നേഹവും തന്നെ ജീവിപ്പിച്ച് എന്നെ കൊണ്ട് പാടിച്ചിട്ട് മിണ്ടാതെ പമ്മി ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴല്ലേ ഇരിക്കും മനസ്സിലാതെ. ഞാൻ ഓർത്ത് ഇവരും പാടുന്നുണ്ടെന്ന്. മൈക്ക് നിർത്തി വെച്ചും പമ്മി ഇരിക്കുക അനങ്ങാതെ. റോയി പാസ്റ്ററല്ലേ ഉപദേശിയെ വിളിച്ചത്? പുള്ളിയല്ലേ ചാപ്പാട് വരുന്നത്? പോകാൻ തരുന്ന കൈമണി നടക്കുമല്ലേ പാട്. അതിനാണ് ഞങ്ങൾ വിളിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളല്ല പാടുന്നത്, പാട്ടുകാരെ പാടുന്നത്. അവരാ പാടട്ടെ. നിങ്ങൾ പാടും, ഞങ്ങൾ കേൾക്കാനാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ശരിയാകാനായിട്ടാ. പ്രൈസ് ദി ലോർഡ്. ഇതിനെല്ലാം ഒരു മാറ്റം ഉണ്ടായേ പറ്റത്തുള്ളൂ. എൻ്റെ പാസ്റ്ററെ ഞാൻ പാടിയാൽ ശരിയാകത്തില്ല. അത് സങ്കീർത്തനത്തിൽ പറഞ്ഞ ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു. സ്തോത്രം. ഞങ്ങളുടെ കിന്നരങ്ങളെ അലറ് വർഷത്തിന്മേൽ ആ നീറിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ തൂക്കിയിട്ടു. അപ്പോൾ അവിടെ ഉള്ളവർ ചോദിച്ചു, അയ്യോ നിങ്ങൾ വലിയ യെരൂശലേമിലെ വലിയ പാട്ടുകാരെന്നൊക്കെ കേട്ടിട്ടുണ്ടെന്ന് പാടാൻ വേറെ. അതിലൊരു വിദ്വാൻ എഴുന്നേറ്റ് പറയാ, അവൻ ഭയങ്കര കള്ളനായിരുന്നു. അന്യദേശത്തെ യഹോവയുടെ ഗീതങ്ങൾ പാടുന്നത് എങ്ങനെ? കൺവെൻഷൻ നടക്കുമ്പോൾ ഞങ്ങൾ പാടുന്നത് ശരിയാണോ? അവർ പാടട്ടെ. സ്തോത്രം. അല്ല, നാം ഒന്നിച്ച് ദൈവത്തിന്റെ പൊന്നുനാമത്തെ ഇന്ന് രാത്രിക്കാലം ഉയർത്തണം. കരങ്ങൾ ദൈവത്തെ സൂചിച്ചാട്ടെ. ഈ ലോകം ആക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും ഈ ലോകം ആക്ഷേപം ചൊല്ലിയാലും ദുഷ്ടർ പരിഹാസം ഓതിയാലും പ്രാണനാഥൻ പോയായ പാതാമതി പ്രാണനാഥൻ പോയായ പാതാമതി യേശുവൻ വശമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂമിൽ വാസം യേശുവൻ വശമായി തീർന്നതിനാൽ എന്തോരാനന്ദമി ഭൂമിൽ വാസം എത്ര ബോധം പ്രാർത്ഥനത്തിൽ ജീവിക്കുന്ന എത്ര ബോധം പ്രാർത്ഥനത്തിൽ ജീവിക്കുന്ന ലോകം വെറുത്തവർ യേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ലോകം വെറുത്തവർ യേശുവോട് ചേർന്നിരുന്നെപ്പോഴും ആശ്വസിക്കും. ഭാഗ്യവാനാൻ ചേരും വരെ കാത്തിരണേ. ഭാഗ്യവാനാൻ ചേരും വരെ കാത്തിരണേ. യേശുവൻ വശമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂമിൽ വാസം. യേശുവൻ വശമായി തീർന്നതിനാൽ എന്തോരാനന്ദമീ ഭൂമിൽ വാസം. എത്ര ബോധം പ്രാർത്ഥനത്തിൽ ജീവിക്കുന്ന എത്ര ബോധം പ്രാർത്ഥനത്തിൽ ജീവിക്കുന്ന. യെരൂശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന് പറയുന്ന ഒരു കുളമുണ്ട്.
വെള്ളം കുടിക്കാനായിട്ട് ഉണ്ടാക്കിയ കുളമാ. പക്ഷെ ഇന്ന് അതിനകത്ത് സാത്താൻ ഇറക്കി ചെറിയ അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കുളത്തിന് ചുറ്റും 5 മണ്ഡപമുണ്ട്. പ്രൈസ് പട്ടിക്കാട് വെയിറ്റിംഗ് ഷെഡ് പോലെ 5 മണ്ഡപം കുളത്തിന് ചുറ്റും ഉണ്ടാക്കി വെച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ അകത്തെല്ലാം ഇപ്പോൾ ആൾതാമസമുണ്ട്. അവിടെ വന്നിരിക്കുന്ന ആൾക്കാരെ എല്ലാം കാറ്റഗറി തിരിച്ചാ അവിടെ ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. 1 വ്യാധിക്കാര്, രണ്ടാമത് കുരുടന്മാര്, 3 മുടന്തന്മാര്, 4 ക്ഷയരോഗികള്, 5 ഒരു 38 വർഷക്കാലമായി കുടിയിറപ്പിൽ ഒരു തൊഴിലുറപ്പ് പദ്ധതി പോലെ താമസിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ 5 മണ്ഡപങ്ങളും ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചെന്നാൽ ഒരു വേക്കൻസി ഇല്ല. വടക്ക് വശത്തൂടെ കയറേണ്ട യേശു പടിഞ്ഞാറ് വശത്തൂടെ കയറി. എന്തിനാണെന്നറിയാമോ? ഈ മണ്ഡപത്തിൻ്റെ ഇലയൂടെ വന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് യേശു ആണെന്ന് യുവമാർക്ക് അറിയത്തില്ലായിരുന്നു. വ്യാധിക്കാരെല്ലാം നോക്കിയപ്പോൾ ഒരാൾ കടന്നു പോകുന്നു. യേശു അതിൻ്റെ അകത്ത് മൊത്തം നോക്കി. കംപ്ലീറ്റ് വ്യാധിക്കാരാ. നടുവിന് വേദന, കോച്ച്, കൊളുത്ത്, ഞെട്ടല്, ആസ്തമ, ട്യൂമറുള്ളത്, എല്ല് പൊട്ടി എന്ന് വേണ്ട സകല ഐറ്റങ്ങൾ എല്ലാം ജനറൽ ആയിട്ട് കംപ്ലൈൻ്റ് ഉള്ള ആൾക്കാരാണ് അവിടെ എല്ലാം. അവരെല്ലാം കൂടെ ഒറ്റ പാട്ട് അവരെല്ലാം കൂടെ പറഞ്ഞു. അവരെല്ലാം കൂടെ ഒരു മണ്ഡപം എടുത്ത് അവിടെ അങ്ങ് താമസിച്ചു. അവരവിടെ കിടക്കുക. ഇവരുടെ കിടപ്പിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ അതാത് സമയത്തൊരു ദൂതൻ ഇറങ്ങി കുളം കലക്കും. നല്ലപോലെ കലക്കി കഴിയുമ്പോൾ ആദ്യം എടുത്ത് ചാടുന്നു, അവന് സൗഖ്യമാണ്. കലക്കുന്നവൻ്റെ പേരില്ല. പ്രൈസ് ദി ലോർഡ്. ഇറങ്ങുന്നവൻ്റെ പേരുമില്ല. ഏതാണ്ടൊക്കെ അവിടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കുളം കലക്കുമ്പോൾ ആ കലക്കത്തിൽ ചാടി വിടുതൽ കിട്ടാനായിട്ട് അവിടെ കിടക്കുന്ന കുറച്ച് ആൾക്കാരാ. അവർക്ക് മാനസാന്തരം വേണമെന്നോ രക്ഷ വേണമെന്നോ ദൈവം വേണമെന്നോ മോക്ഷം വേണമെന്നോ വിഷയമൊന്നും അല്ല. ഞങ്ങൾക്കൊരു വിടുതൽ മാത്രം മതി. സാത്താണെങ്കിൽ സാത്താൻ, ദൈവമെങ്കിൽ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഏതാണെങ്കിലും ഞങ്ങൾക്കൊരു വിടുതൽ മാത്രം. ആൾ ദൈവമെങ്കിൽ ആൾ ദൈവം. 50 വർഷം കോഴി നടത്തിയ ഈത്ത് മത്സരം, വെടിക്കട്ടെ, വാണം, പൂക്കുറ്റി, 16 കണ്ടിക്കുന്ന 8 നോയമ്പ്, പ്രൈസ് ദി ലോർഡ്, ശ്രാദ്ധ എന്നാ വന്ന ആളുകളുള്ള എനിക്കൊരു വിടുതൽ വേണം. പ്രൈസ് ദി ലോർഡ്. പിന്നല്ല, അതാ അവരുടെ പ്രതീക്ഷ. ഞങ്ങൾക്കൊരു വിടുതൽ വേണം. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഭിന്നതയുണ്ടായി. കാരണം ഒരു ലൈനിൽ ഒറ്റ ഒരുത്തനെ ചാടാൻ പറ്റത്തുള്ളൂ. രണ്ടാമത് ചാടിയാൽ മറ്റവൻ കയറിപ്പോരിച്ച് ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ചാടാൻ ചെല്ലും വളരെ സൂക്ഷിച്ചില്ല. തള്ളിയേച്ച് പറയണം, ചാടണം, മറ്റാൻ പോട്ടറാന്ന് പറയും. പിന്നെ കാത്തിരിക്കുക. ട്രാൻസ്പോർട്ട് ബസ്സിന് വെയിറ്റ് അടിച്ച് കാത്തിരിക്കുന്നത് പോലെ. ഇനി എപ്പോഴാണ് കളിക്ക് പോടാ? ഇല്ല, എപ്പം കിടക്കാല. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ കാത്തിരിക്കുക. ജീവിതത്തിൻ്റെ, മാനുഷ്യ ജീവിതത്തിൻ്റെ 5 ഗ്രൂപ്പുകളെയാണ് ഈ കാണിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. അതെ, രണ്ടാമത്തെ ഗ്രൂപ്പാണ് കുരുടന്മാരെ സംബന്ധിച്ച് എവിടെ അന്ധന്മാരായ പ്രിയപ്പെട്ടവരുണ്ടെങ്കിലും അവരെപ്പോഴും ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ചേ കാണത്തുള്ളൂ. നിങ്ങൾ മാർക്കറ്റിലും തൃശ്ശൂർ ചട്ടനഗറിലും കണ്ടിട്ടില്ല? ഇവരെല്ലാം കൂടെ ഒന്നിച്ച് ഒരു ചെണ്ടയും തവലയും, ആത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ, പരമാത്മാക്കൾ തമ്മിലെ ബന്ധമുള്ളൂ, ഈ പാട്ടൊക്കെ പഠിക്കുന്ന നിങ്ങൾ കണ്ടില്ലേ? അവരെല്ലാം ഒറ്റക്കെട്ടായിട്ടേ ഇരിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ചേട്ടാ എവിടെ? ഞാൻ കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവരെല്ലാം അവർ ഗ്രൂപ്പാണ്. കുരുടന്മാരല്ലേ എപ്പോഴും ഒറ്റക്കെട്ടായിട്ടായിരിക്കുന്നത്. കന്തന്മാരല്ല. എവിടെ ചെന്നാലും വൃന്ദന്മാരായിരിക്കുന്നുള്ളൂ. അത് അവർക്കൊരു സന്തോഷമാണ്. സ്തോത്രം. അവർക്കറിയാം കണ്ണ് കാണുന്നവൻ കൂടെ ഉണ്ടെങ്കിൽ കണ്ണ് കാണാത്തവൻ്റെ ചിലതൊക്കെ അടിച്ചു മാറ്റും. അതുകൊണ്ടാണ് ഈ കണ്ണ് കാണുന്നവനെ ആ കൂടെ ഇവരാക്കാത്തത്. സ്തോത്രം. കുരുടന്മാരെന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാടില്ലാത്തവൻ, ദർശനമില്ലാത്തവൻ, വഴിയറിയാത്തവൻ, മുഖം കാണാൻ കഴിയാത്തവൻ, സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രത്തെയോ കാണാൻ കഴിയാത്തവൻ, ഇരുട്ടിൽ നടക്കുന്നവൻ. ദൈവത്തിന് മഹത്വം. അത് ഈ ലോകത്തിലെ പ്രൈസ് വെളിപ്പാടില്ലാത്ത, ദർശനമില്ലാത്ത, സ്വർഗീയ കാഴ്ചപ്പാടില്ലാത്ത പ്രൈസ് ഒരു ഗ്രൂപ്പിനെയാണ് കാണിക്കുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നതാണ് മുടന്തർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കാലിന് തകരാറുള്ളവരാ. മറ്റുള്ളവരെ പോലെ അവർക്ക് ഓടാനോ ചാടാനോ ലക്ഷ്യസ്ഥാനത്ത് ചെല്ലാനോ പറ്റത്തില്ല. ദൈവത്തിൻ്റെ മഹത്വം. ചാലാമ്പാടത്തുനിന്ന് നടക്കാൻ തുടങ്ങിയാൽ രാത്രി ഒരു 10-11 മണിയോടുകൂടെ തൃശ്ശൂർ ചെന്നു. പ്രൈസ് ദി ലോർഡ്. 8, 10, 7, 3, 4, 5 എന്ന് പറഞ്ഞ് അവർ ചെല്ലത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മുടന്തന്മാരെല്ലാം പറഞ്ഞു നമുക്ക് അവരുടെ കൂട്ടത്തിൽ പോകണ്ട, വ്യാധിക്കാരുടെ ഒന്നും കൂട്ടത്തിൽ പോകണ്ട, നമുക്ക് ഈ കാലുമല്ലാത്തവരെല്ലാം കൂടി നമുക്കിവിടെ ഒറ്റക്കെട്ടായിട്ട് നമുക്ക് ഇവിടെ കിടക്കാമെന്ന് പറഞ്ഞാൽ അവരെല്ലാം കൂടി ഒരു വെയിറ്റിട്ട് അപ്പം 3 എണ്ണം തകഞ്ഞു. അവരെ കിടക്കുക. സ്വത്രം. ആത്മീയമായി മുമ്പോട്ട് പോകാൻ കഴിയാത്ത മുടന്തന്മാരായ ജീവിതങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് യാതൊരു വളർച്ചയില്ല, മുന്നേറ്റമില്ല, അവർക്ക് നടക്കാൻ പറ്റത്തില്ല. അവർ ചട്ടിച്ചട്ടി നടക്കുകയാണ്. ദൈവത്തിന് മഹത്വം. അവരെല്ലാം കൂടെ ഒറ്റ ഗ്രൂപ്പായി. ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അഹരോന്റെ കുടുംബത്തിൽ മുടന്തൻ, പൊരിച്ചുണങ്ങൻ, പൂക്കണ്ണൻ, ചൊറിയൻ. ഇന്ന് രാത്രി സുവിശേഷം ചിലർക്കൊക്കെ ചൊറിച്ചൽ കയറുക. ഇവൻ 6-ാം കൊല്ലം നടത്തുന്നത്, വേറെ ജോലിയൊന്നുമില്ലേ? സ്തോത്രം. ചില കാൻഡിഡ് ബീന്ന് മേടിച്ച് തൂത്താച്ചാവുന്നതിൻ്റെ ചൊറിച്ചിൽ മാറും. അതൊരു ക്രീമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഇല്ലേ, 40 വരെ സോപ്പിട്ട് കുളിക്കുകയോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചൊറിച്ചിലങ്ങ് മാറും. ഇതിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. വേറൊരുത്തൻ, ബ്രദറെ, ഇത് 6-ാം കൊല്ലമാണ് നടത്തുന്നത്, ഞാനിവിടെ ഉണ്ടായിരുന്നു, അവൻ ഒരു വാക്ക് എന്നോട് പറയാമായിരുന്നല്ലോ. സ്തോത്രം.
നിന്നോട് പറയരുതെന്ന് ദൈവം നേരത്തെ പറഞ്ഞായിരുന്നു. അവനോട് മാത്രം ചെന്ന് പറയരുത്, അവൻ ആ പുറമേയുള്ള ആക്റ്റീവുള്ള അകത്ത് ഇവന് യാതൊരു ബന്ധമില്ലെന്ന്. അതുകൊണ്ട് അങ്ങോട്ട് വരാൻ ഭാഗങ്ങളെല്ലാം അവിടെ അവസാനിച്ചു. സ്വത്രം. അപ്പം മുടന്തൻ ജീവിതത്തിൽ ആത്മീയമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയാതെ മുടന്ത് എന്ന് പറഞ്ഞാൽ ബേസിക് തകർന്നവൻ. ഒരുത്തൻ്റെ കാലുറച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അസ്ഥി ശരിയായിട്ടിരിക്കണം. 4448 നാടിമ്പരം, 206 അസ്ഥികൾ, പഞ്ചഭൂതങ്ങളടങ്ങിയ ശരീരം, 96 മൂലകങ്ങൾ, അതിൻ്റെ സിസ്റ്റം എല്ലാം ശരിയായ സ്ഥാനത്ത് തന്നെ കിടക്കണം. എങ്കിൽ മാത്രമേ ഇനി നേരെ പോകാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് ബേസിക് തകർന്നുപോയി, അടിസ്ഥാനം തകർന്നുപോയി. സ്തോത്രം. ഇതിൻ്റെ അടിസ്ഥാനം ബേസിക് തകർന്നുപോയി. അടിസ്ഥാനം നഷ്ടപ്പെട്ട് ചട്ടിച്ചട്ടി മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹം. ദൈവത്തിന് സ്തോത്രം. അവരുടെ ഉദ്ദേശം ഇവൻ എൻ്റെ എല്ലാം നോട്ടം കുളത്തിൻ്റെ അകത്താണ്. എപ്പോഴാ കലക്കം കാണുന്നത് അവിടെ ഇറങ്ങുക. കലക്കാൻ കുറച്ച് പുള്ളികൾ വരുന്നുണ്ട്. പാലക്കാട്ടുനിന്നൊരു കലക്കുന്നവൻ, നാഗമ്പടത്തുനിന്ന് കലക്കുന്നവൻ, അടൂരെ കലക്കക്കാരൻ. സ്തോത്രം. പാലക്കാട്ടൊരു കലക്കക്കാരുണ്ടായിരുന്നു. അവൻ ഈയിടെ പള്ളിപ്പാക്കാൻ പിടിച്ചോണ്ട് പോയി. പേര് നിങ്ങൾക്ക് അറിയാമല്ലോ അവൻ്റെ പേരൊന്നും ഞാൻ പറയത്തില്ല. പ്രൈസലോ. സ്തോത്രം. വേണമെങ്കിൽ പറയാം. പൗലോസ് ചിലവരുടെ പേരൊക്കെ എഴുതുന്നു പറഞ്ഞു. ചെമ്പ് പണിക്കാരൻ ഹുമനയോസ് അലക്സാണ്ടർ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. ചെമ്പ് പണിക്കാരൻ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. അല്ലാതെ അവിടെ എഴുതിയിരിക്കുന്നത് ഒരു സഹോദരൻ എനിക്കെതിരെ ദോഷം ചെയ്തെന്നല്ല. അവരുടെ പേരെടുത്താ പറഞ്ഞിരിക്കുന്നത്. ചില പേരുകളൊക്കെ എടുത്ത് പറഞ്ഞാലേ ഈ കാര്യങ്ങളിൽ പറ്റത്തുള്ളൂ. സ്വത്രം. അപ്പം നോക്കണം. അപ്പം അങ്ങനെ പല സ്ഥലത്തും കലക്കക്കാരിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ എല്ലാം വേദി അടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നാളെ ഞാൻ പറഞ്ഞു, പത്രത്തിൻ്റെ അത് ഈയിടെ ഒരു പേര് കണ്ടു, പുലിമുരുകൻ എന്ന് പറയുന്ന ഒരു സിനിമ. കേരളത്തിലെ സൂപ്പർ സ്റ്റാർ അഭിനയിച്ചതാണ്. പുലി നിൽക്കുന്ന പോലെ പുള്ളി നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. 3 മാസം കൊണ്ട് 3 കോടി രൂപ ഉണ്ടാക്കി. ഇതേപോലെ ധാരാളം പുലിമുരുകന്മാർ ആത്മീയ കോളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. 6 മാസം കൊണ്ട് 3 കൊല്ലം കൊണ്ടും കോടിക്കണക്കിന് രൂപ ഉണ്ടായി. കട്ടവട്ടിലും ഫ്ലക്സിലും ഒക്കെ ചിരിച്ചു ഒക്കെ ഇരിക്കുന്ന ഫോട്ടോ കാണും. വിവേകാനന്ദൻ ഇരിക്കുന്ന പോലെ. പ്രൈസലോ. ഒരുത്തിന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പ്രൈസ്. അതിൻ്റെ ഉദ്ദേശം കാണിച്ചു തരാമെന്നായിരിക്കും അതിൻ്റെ അർത്ഥം. സ്വത്രം. പറഞ്ഞ് മനസ്സിലായോ? ആക്രാന്തം കയറി. ജീവിതത്തിൽ നീ സ്വയം ഇല്ലാതായി തീരണം. തമ്പുരാനെ ഉയർത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏതൊരു സഹോദരനോടും അകന്നുകൊള്ളണമെന്ന് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രബോധിപ്പിക്കും. സ്വത്രം. ദ്വന്ദ്വപക്ഷം ഉടർച്ച ഉണ്ടാക്കുന്നവരോട് അകന്നുകൊള്ളണം. ദൈവത്തിന് മഹത്വം. ഈ കാലഘട്ടങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പം നിങ്ങൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നിങ്ങൾ മംഗലാപുരത്തിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കയറുകയാണ്. അതെല്ലാം അങ്ങോട്ട് കയറി ഇരുന്നു. നിങ്ങൾക്ക് S7 21 നമ്പർ സീറ്റാണ് അവിടെ റെയിൽവേ നിങ്ങൾക്ക് അനുവദിച്ചത്. നിങ്ങൾ ആ സീറ്റ് ഇരിക്കുക. ഇരുന്ന് വണ്ടി വിട്ടാൽ ഉടനെ പൂങ്കാവ് ചെല്ലുന്നില്ല. അതിന് മുമ്പായിട്ട് ഒരുത്തം കയറും ഇതുമായിട്ട്. കാപ്പി കാപ്പി. ഒരു 2 കിലോമീറ്റർ ചാപ്പാടി ചാപ്പാടി. പിന്നെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ കോഴിക്കോട് ചില പൊറോട്ട മുട്ട. അവർ കാപ്പിയെല്ലാം മേടിച്ച് കുടിച്ചു. അവരൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം അയ്യോ നല്ല കാപ്പിയാ, വീട്ടിലിടുന്നതിനെക്കാട്ടിലും കൊള്ളാം, ഞാൻ ഈ പുള്ളിയുടെ പോവാന്ന് പറഞ്ഞു അയാളുടെ കൂടെ ഇറങ്ങി അങ്ങ് പോകും. ഇങ്ങനെ ഇറങ്ങിപ്പോക്കുകാരാ കൂടുതലുള്ളത്. സ്വത്രം. നീ ഒരു ലക്ഷ്യസ്ഥാനത്തേക്കാണ് പോകുന്നത്. ഗവൺമെൻറ് റെക്കോർഡിലാണ് നീ ദൂരയാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവന് ടിക്കറ്റും ഇല്ല, വീസായും ഇല്ല, ഒന്നുമില്ല. അവൻ കള്ളവണ്ടിക്ക് കയറി ദൈവത്തിന് സ്തോത്രം പ്രൈസിലെ തോട്ട് വെള്ളം കയറ്റി ആ പ്രൈസിലെ ബ്രൂ കാപ്പി ഇട്ട് കാവിപ്പൊടി ഇട്ട് നിന്റെ 10 രൂപ മേടിക്കാൻ കാണിക്കുന്ന പരിപാടി. എൻ്റെ പുറകെ പോകരുത്. ചെപ്പടി വിദ്യമായി നടക്കുന്ന കൂട്ടായ്മകളിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല. കണ്ണ് തുറക്കണം. പെന്തക്കോസിന്റെ ശക്തി ഏത്, അതിന്റെ ഉപദേശം ഏത്, സ്വർഗീയ വിശുദ്ധി ഏത്, ഈ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു കണ്ണ് നിനക്ക് ഇന്ന് രാത്രികാലം തുറക്കണം. അപ്പം ബേസിക് തരുന്ന അടിസ്ഥാനമില്ലാത്ത സഭ, മുടന്തി നടക്കുന്ന സഭ, ദർശനമില്ലാത്ത സഭ, സകലവിധ വ്യാധിക്കാരും കള്ളുകുടിയനും ചീട്ടുകളിയനും ആവാസനും ക്രൂരനും ദൈവത്തിന് മഹത്വം സകലവിധ ഉടായിപ്പ് കേസുകെട്ടും പോകുന്നവനെയും കൂടി എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകുന്ന സഭ. 3 സഭകളെ കുറിച്ച് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. ഇന്ന് 4ാമത്തെ സഭയാണ് ക്ഷയരോഗികൾ. ഇതിന്റെ കേടുപാടുകളൊന്നും പുറത്തറിയത്തില്ല. ചാലാമ്പാടത്തൊരു ചുമച്ചാൽ സ്വത്രം ചാലക്കയം കേൾക്കാൻ ശബ്ദം. ഇവൻ്റെ അകത്തെ സിസ്റ്റം മുഴുവൻ തകരാറിലായിരിക്കുക. പാൻക്രിയാസ്, വൃക്ക, കിഡ്ന, ശ്വാസകോശങ്ങളെ, തൊണ്ടയെല്ലാം കാഫം കൊണ്ട് നിറഞ്ഞ് വീർത്ത് കെട്ടിയിരിക്കുകയാണ്. ക്ഷയമാണ്, ക്ഷയിച്ചിരിക്കുക. അകം മുഴുവൻ ക്ഷയിച്ചിരിക്കുക. പുറം നോക്കിയാൽ നല്ല 1-ാം തരം ബർജറിൻ്റെ പെയിൻറ്റ്, കറങ്ങുന്ന ഫാന്, ഗോദറേജിൻ്റെ AC, പ്രേസ് സ്ഥലോ, തേക്കിൻ്റെ കസേര, കുഷ്യൻ, പ്രേസ് സ്ഥലോ, നല്ല സെറ്റപ്പും അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇരിക്കുന്നത് മുഴുവൻ ക്ഷയരോഗികൾ. അകം മുഴുവൻ ക്ഷയിച്ച് ദ്രവിച്ച് ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. മൊത്തം പുറമേ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല. അകം മുഴുവൻ ക്ഷയിച്ചിരിക്കുന്ന സഭ.
ആത്മീയ വളർച്ചയിൽ അകത്തെ മനുഷ്യൻ ക്ഷയിച്ചിരിക്കുന്ന സഭ, അവരുടെ കൂട്ടമാണ് ഈ 4-ാമത്തെ കൂട്ടം എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തൊന്നും യേശു വലിഞ്ഞു കയറി പോയില്ല. ഇതൊക്കെ കണ്ടു, കർത്താവ് ഇതൊക്കെ കാണുന്നുണ്ട്, ഗോത്രം. പക്ഷേ അതിൻ്റെ അകത്തൊന്നും യേശു പോയില്ല. യേശു ഇതെല്ലാം കണ്ടു, പറയാം വ്യാധിക്കാരെ കണ്ടു, അവരെല്ലാം ഒന്ന് നോക്കി, കുരുടന്മാരെയോ കർത്താവ് കൂട്ടത്തോടെ കിടക്കുന്നവരെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അയ്യോ എൻ്റെ കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരുടെയും കണ്ണു തുറക്കട്ടെ എന്ന് പറയാനൊന്നും കർത്താവ് പോയില്ല. ഗോത്രം. ഒറ്റപ്പെട്ടവരെയാണ് ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായി വിടുവിച്ചത്. രക്തസ്രാവക്കാരത്തി ഒറ്റപ്പെട്ടവളായിരുന്നു, അവർക്ക് വിടുതൽ കൊടുത്തു. കുരുടൻ ഒറ്റപ്പെട്ടവനായിരുന്നു, അവന് വിടുതൽ കൊടുത്തു. സുന്ദരം എന്ന പടിവാതിക്കൽ മുടന്തൻ കിടന്നു, ഒറ്റപ്പെട്ടവനാ. അവന്റെ കൂടെ 10 എണ്ണം വേറെ ഉണ്ട്, കർത്താവ് തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു. സ്വത്രം. അവൻ ആവശ്യക്കാരനായിരുന്നു. സ്വത്രം. അപ്പോൾ അവിടെ ആ 4 കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ അവിടെ കിടക്കുന്നത്. അത് കഴിഞ്ഞു 5-ാമത്തെ മണ്ഡപത്തിലേക്ക് എന്നപ്പോൾ അവിടെ അധികം പേരൊന്നുമില്ല, ഒരുത്തം മാത്രം അവിടെ കിടക്കുന്നത് കണ്ടു. സ്തോത്രം. ഒരു സാധനം ഒരു മായയുടെ പുറത്ത് ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുന്നത് കണ്ടു. സ്തോത്രം. സ്തോത്രം. കേട്ടപ്പോൾ തന്നെ പൊടിഞ്ഞൊന്ന് നോക്കി, ഞാൻ പ്രീസലോ അവനോട് ചോദിച്ചു സൗഖ്യമാണോ? സ്തോത്രം. ചോദിച്ചതിന് മറുപടിയല്ലേ അവൻ പറഞ്ഞത്, കുളം കലങ്ങും എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ലെന്ന്. അപ്പൊ യേശു സൗഖ്യമാകാൻ മനസ്സുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞത് എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ലെന്നാണ്. ചിലർ ചോദിക്കുന്ന നല്ല മറുപടി പറയുന്നത്, ഇവർ വേറെ ചില അഭിപ്രായങ്ങളാണ് പറയുന്നത്. അതിന് ചോദിച്ചാൽ സൗഖ്യമാകാൻ മനസ്സുണ്ട്. 38 വർഷക്കാലമായി. മൂത്ത കൊച്ചു ഇപ്പോൾ 5-ാം ക്ലാസ്സിൽ പഠിക്കേണ്ട സമയമാണ്. 2ാമതൊരു കൊച്ചുണ്ടെങ്കിൽ അത് 3-ൽ പഠിക്കേണ്ട സമയമാണ്. ഇളയ കൊച്ച് പാല് കുടിക്കേണ്ട സമയം അവൻ്റെ ജീവിതത്തിൽ. ഗോത്രം. പപ്പയില്ല, മമ്മിയില്ല, കുടുംബമില്ല, ഒന്നുമില്ല. 38 വർഷമായിട്ട് അവിടെ തന്നെ. പ്രൈസ് ദി ലോർഡ്. മറ്റ് സംവിധാനങ്ങളെ പറഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മെത്ത പൊക്കി നോക്കിയാൽ അറിയാം അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്. കാരണം എന്നെ ചോദിച്ചാൽ ഇവനെ ആരെങ്കിലും സഹായിക്കണമല്ലോ എഴുന്നേറ്റ് കൊണ്ടുപോകാനായിട്ട്, എന്നാലല്ലേ മറ്റു കാര്യങ്ങളൊക്കെ പ്രാഥമിക ആവശ്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അതുകൊണ്ട് ആരും ഇവൻ്റെ അടുത്തോട്ട് ചെല്ലത്തില്ല, എല്ലാ കാര്യങ്ങളും അവിടെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഗോത്രം. കട്ടിലേ കിടന്ന് രോഗമനുഭവിക്കുന്ന ചില അമ്മച്ചിമാരുടെ അച്ചായന്മാരുടെ അടുത്ത് ശുശ്രൂഷിക്കുന്ന മക്കളോട് ചോദിച്ചാൽ പറയും പ്രൈസ് ദി ലോർഡ്, നാക്ക് പോയിക്കോട്ടെ. ഇന്നപ്പോൾ ഇതാ 38 വർഷക്കാലമായിട്ട് ഈ കിടപ്പ് കിടന്നപ്പോൾ ആരെങ്കിലും ഉണ്ടോ? ഉറ്റവരില്ല, ഉടയവരില്ല, സ്വന്തക്കാരില്ല, പെറ്റിട്ട് അമ്മയും ഉണ്ടായിരുന്നു, അവരെല്ലാം അങ്ങ് പോയി. ആരുമില്ല. അപ്പൻ്റെ സ്ഥാനത്തും അമ്മയുടെ സ്ഥാനത്തും സഹോദരൻ്റെ സ്ഥാനത്തും ദൈവത്തിൻ്റെ സ്ഥാനത്തും അവൻ്റെ സ്നേഹിതൻ്റെ സ്ഥാനത്തും ഇന്നവന് അവസാനത്തെ ഡേറ്റ്, അവൻ്റെ ഡേറ്റ്. അവൻ്റെ ജീവിതത്തിൻ്റെ വഴി നിർണായകമായ ഒരു റൂട്ടിലേക്ക് ദൈവം തമ്പുരാൻ തിരിച്ചുവിടാൻ പോയി. ദൈവത്തെ സ്തുതിച്ചാട്ടെ. ദീർഘവർഷങ്ങളായി വീർപ്പുമുട്ടിയ ചില കാര്യത്തിന്മേൽ ഇന്ന് രാത്രി ദൈവം അതിനെ സ്വതന്ത്രമാക്കുമെന്ന് ആത്മാവ് തെളിവായിട്ട് പറയുന്നു. ദൈവത്തിന് സ്തുതിക്കാം. അമ്മയെ പോ താലോലിച്ചിടുന്നു, അമ്മയെ പോലെ താലോലിച്ചിടുന്നു, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമായി, തന്റെ മാർവിൽ ദിനം ദിനമായി, സമാധാനമായി കിടന്നുറങ്ങാൻ തന്റെ മാർവിൽ ദിനം ദിനമായി, തന്റെ മാർവിൽ ദിനം ദിനമായി. സ്തുതി സ്തുതിയൽ മനമേ, സ്തുതികളിലുന്നതനെ, നാഥനാൾ തോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സ്തുതി സ്തുതിയൽ മനമേ, കഷ്ടങ്ങൾ ഏറിടിലും എനിക്ക് തമടുത്ത തുണയായി, കഷ്ടങ്ങളേറിടിലും എനിക്കേറ്റമടുത്ത തുണയാ. വഴിയിൽ നടുവിലവൻ നേശനാമൊരുക്കുമല്ലോ, നേശനാമൊരുക്കുമല്ലോ. വഴിയിൽ നടുവിലവൻ നേശനാമൊരുക്കുമല്ലോ, നേശനാമൊരുക്കുമല്ലോ. സ്തുതി സ്തുതിയൽ മനമേ, സ്തുതികളിലുന്നതനെ, നാഥനാൾ തോറും ചെയ്യുന്ന നന്മകളോർത്തു പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. രണ്ടുപേരുടെ ശുശ്രൂഷ ദൈവമക്കളെ അവിടെ നടക്കാൻ പോവുക. ഒന്ന് വെള്ളത്തിന്റെ അകത്ത്, ഒന്ന് കരയ്ക്ക്. 2 പേരാണ്. ഒരു അഡ്രസ് ഇല്ലാത്ത ഒരുത്തൻ
അട്രസുള്ള ഒരുവൻ മുകളിൽ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ സുവിശേഷം നമ്മൾ നിൽക്കുന്നത്. ആ സമയത്ത് യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ല. കർത്താവായ യേശു നല്ല യൗവന കാലഘട്ടങ്ങളിൽ ആ 33 വയസ്സോടെയാണ് ആ കുളത്തിന്റെ കരയ്ക്ക് നിൽക്കുന്നത്. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. യൗവനം കഴുകനെ പോലെ പുതിയ വരും. എന്തുകൊണ്ടാണ് നമുക്ക് ഈ പ്രായം കൂടിയാലും യൗവനത്തിൽ നിൽക്കുന്നതിന്റെ കാര്യം ചോദിച്ചാൽ, യേശു ഒരു പുരുഷന്റെ ഏറ്റവും സെന്ററിലുള്ള പ്രായമാണ്. അവന്റെ ഏറ്റവും നല്ല യുവത്വമുള്ള, നല്ല കോമളത്വമുള്ള, ആരോഗ്യമുള്ള ഒരു കാലഘട്ടമാണ് 33, 34, 35 വയസ്സ് കാലഘട്ടം. യേശു 33.5 വയസ്സിലാണ് ക്രൂശന്മേൽ കയറുന്നത്. നല്ല ആ പ്രായത്തിലാണ് ക്രൂശന്മേൽ കയറിയത്. അല്ലാതെ യേശു വയസ്സനായ ശേഷം പടിയും കുത്തി എൻ്റെ കുഞ്ഞുങ്ങളെ എവിടാടാ കുരിശുമൊക്കെ കയറാൻ, അങ്ങനെ വരുന്നത് നമ്മളും ആ ഗതികേട് വന്നാണ്. യേശു യൗവനത്തിലാണ് ക്രൂശിന്മേൽ കയറിയത്. ആ ക്രൂശിന്മേൽ അവൻ ആ യൗവനത്തിൽ കയറിയത് കൊണ്ട് 85 ആയാലും 86 ആയാലും സെഞ്ചുറി അടിച്ചാലും നിന്റെ അകത്തെ മനുഷ്യൻ യുവത്വമുള്ളവനായി വെട്ടിത്തിളങ്ങും. അതുകൊണ്ടാണ് നാൾക്ക് നാൾ ഞങ്ങളെ പുറമേ ഉള്ളവൻ ക്ഷയിക്കുന്നെങ്കിലും അകത്തെ ഉള്ളവൻ ബലം പ്രാപിച്ചുകൊണ്ടിരിക്കും. ഓത്രം ചില അമ്മച്ചിമാരെയോ കാണത്തില്ലേ, ഷോടാക്കപ്പയുടെ കവള്, പക്ഷെ അകത്തുനിന്ന് വരുന്ന പ്രാർത്ഥന ദൈവമേ ജോലിക്കുട്ടിക്കായി പ്രാർത്ഥിക്കുന്നു ചോദിച്ചാൽ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യുവത്വമുള്ള യേശു ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് PV ആശാരി ഞങ്ങളെല്ലാം കൂടി ഒരു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നു കൂട്ടത്തിൽ ഞങ്ങൾ 84, 86 കാലഘട്ടങ്ങളിലൊക്കെ ഒന്നിച്ചായിരുന്നു. തിരുവല്ല കൺവെൻഷൻ മാവേലിക്കരയാണ് ഞങ്ങൾ ഏറ്റവും വലിയ ക്രൂസ് നടത്തിയത്. ഞങ്ങൾ ആശാരിമാർ 5 ആശാരിമാരെ, ഗോപിനാഥാശാരി, തുളസീധരനാശാരി, ഗംഗാധരനാശാരി, കൊല്ലൻ ഉപദേശി, ഞങ്ങൾ ഇത്രയും പേര് കൂടി നടത്തുന്നത്. അപ്പോൾ ഇയാൾ വന്നാൽ എന്നോട് പറയും താനോട് വരണമെന്ന് പറയും. അപ്പോൾ ഞങ്ങളിവിടെ വലിയ യോഗങ്ങളൊക്കെ നടത്തി പ്രസംഗിച്ചു. ആൾക്കാരെല്ലാം ധാരാളം പേരെ അവിടെ കൂടാനും കാണാനും എല്ലാം വന്നു. അന്നത്തെ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വന്നാൽ പോകത്തില്ല, അവിടെ അങ്ങ് ഇരിക്കുക. ദൈവം ആശീർവാദം പറഞ്ഞെന്ന് പറഞ്ഞാലും പ്രൈസ് ദി ലോർഡ് അവരിങ്ങനെ ഇരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്തായാലും കാരണം എന്നതാ? ശക്തമായി ദൈവകൃപയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അല്ല ഇന്നത്തെ പോലെ ദൈവത്തിന് മഹത്വം. എസ്തേറിൻ്റെ ചുരിദാറും ഫറവോന്റെ പെൺകുതിരയും യെഹെസ്കേൽ പ്രവാചകന്റെ തലയോട്ടിയും നെഹമ്യാവിന്റെ ചുടുകട്ടയും ഇതൊന്നും അല്ലായിരുന്നു പ്രസംഗ വിഷയം. സ്തോത്രം. ഇന്നാളൊരു സഭയിൽ ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ ഫറവോന്റെ പെൺകുതിരയെ പറ്റി അതൂത്. സ്തോത്രധാവിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നൊരു പകൽക്കാലം ഞാൻ ഫറവോന്റെ പെൺകുതിരയെ പറ്റിയാണ് പറയാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. കുതിരയെന്ന് പറയുമ്പോൾ നമുക്കറിയാം കുതിര. 3 അക്ഷരങ്ങളിലാണ് അതിൻ്റെ പേര്. അതിന് 4 കാലും ഒരു വാലും ഉണ്ട്. പിന്നെ അതിനെ പറ്റി അതിൻ്റെ കുഞ്ചുരോമങ്ങൾ അത് വളഞ്ഞ പുളഞ്ഞാണ് നിൽക്കുന്നത്. ചിലപ്പോൾ കുതിര കുറച്ചേറെ ഇറക്കി വിട്ടിട്ട് ഒരു വ്യത്യാസമൊന്നുമില്ല. സ്തോത്രം. ഇന്ന് വേണ്ട ഏതെല്ലാം രീതിയിലുള്ള പരിപാടികളാണ് ഇപ്പം നടന്നിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രസംഗിക്കാനുള്ളത് ഈ കാലഘട്ടങ്ങളിൽ ഒന്നേ ഉള്ളൂ, ഉയർത്തെഴുന്നേറ്റവനായ യേശുവും അവൻ്റെ അത്ഭുത പ്രവൃത്തികളും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അല്പം സമയം നീണ്ടുപോകും. അതുകൊണ്ട് ഈ കാര്യം നമുക്ക് ഇതിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാം. ഇവിടെ ഈ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു, പൗലോസ് അത്ര മണ്ടനൊന്നുമല്ല. പുള്ളിക്കാരൻ യേശുവിൻ്റെ സുവിശേഷം എന്ന് എഴുതിയാൽ മതി. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് കിടക്കുന്ന ഉണ്ണിയേശുവിനെ കുറിച്ച്. അന്ന് പല സ്ഥലത്ത് ഉണ്ണിയേശുവിനെയാ പ്രൈസലോ പൊന്നെ കരളെ ചഞ്ചച്ച കുഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഉണ്ണിയേശു വെറുതെ കിടന്ന് നീ പ്രാർത്ഥിക്കുക. പ്രൈസലോ. ആ ചെറുക്കൻ നിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതാണ് ജനിച്ച യേശു. ദാവീദിന്റെ ജനിച്ച് മരിച്ച യേശുവിനെയാ പ്രൈസലോ. ഹല്ലേലൂയ. മരണത്തിൽ കിടക്കുന്ന യേശുവേ, മരിച്ചവരെ വിവർപ്പിക്കുന്നവനെ ഞങ്ങളുടെ കരുണയുണ്ടാകണമേ. സ്തോത്രം. മരിച്ചു കിടക്കുന്ന യേശു ഇങ്ങനെ കിടക്കുക. എങ്ങോട്ട് നോക്കാൻ ആരോ കഴിക്കുന്നത് അങ്ങനെ അവരോട് പ്രാർത്ഥിച്ചാൽ. ഇനിയും വേണ്ട. അടക്കപ്പെട്ട യേശു കല്ലറയ്ക്കകത്ത് തുണിക്കകത്ത് പൊതിഞ്ഞു കെട്ടി അകത്ത് വെച്ചിരിക്കുക. കല്ലിൻ്റെ അകത്ത് പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുക. നാഥനാന്താണെങ്കിൽ അതാണ്ട കല്ലറയ്ക്കകത്ത് കിടക്കുന്നു. സ്തോത്രം. കണ്ണ് തുറന്നവൻ, വെളിപ്പാടുള്ളവൻ, ദർശനം പ്രാപിച്ചവൻ, ക്രൂശന്റെ വചനം പറഞ്ഞവൻ, അവൻ ഇത്ര യേശുവിരിക്കലേ പോകുന്ന അവൻ ഉയർത്തെഴുന്നേറ്റ യേശുവായിട്ട് ബന്ധപ്പെടും. തേജോമയനായ യേശുമായിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു. ഉണ്ണിയേശുവിനെ ഞങ്ങൾ വിട്ടു, കല്ലറയിലെ യേശുവിനെ വിട്ടു, മരിച്ച യേശുവിനെ വിട്ടു. അവൻ നമുക്കായിട്ട് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റ യേശുവാണ് നിന്റെ ജീവിതത്തിൽ ഉയരോടെ വന്ന് വീണാൽ നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു ഉയർത്തെഴുന്നേറ്റം ഉണ്ടാവും. ഈ മങ്ങലും തൂങ്ങലും വാട്ടവും കോട്ടവും എല്ലാം മാറും. ഞാൻ വെളുപ്പിനെ 4 മണിക്ക് എഴുന്നേൽക്കുന്നത്. 1 മണിക്കൂർ പ്രാർത്ഥന കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ്. അരമണിക്കൂർ ഞാൻ ഓട്ടവും ചാട്ടവും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു പോത്തുകൂട്ടനല്ല. പോത്തില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറയാറില്ല. ഇറച്ചി ആഴ്ചയിൽ ഒരിക്കലേ കൂട്ടത്തുള്ളൂ. സ്തോത്രം. പച്ചവെള്ളത്തിലേ കുളിക്കത്തുള്ളൂ. ആഹാരത്തിനെല്ലാം ലിമിറ്റുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരുടെ ഒരു പൈസ പോലും വഞ്ചിച്ചെടുക്കാനും മനഃപൂർവ്വമായിട്ടൊരു മനുഷ്യനെ ദ്രോഹിക്കാനും പോകത്തില്ല. അതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ നല്ല സുഖമുണ്ട്. സ്തോത്രം. 8 മണിക്കൂർ സുഖമായിട്ട് ഞാൻ കടന്നുറങ്ങും. ദൈവത്തിന് സ്തോത്രം. ബോംബെ മദ്രാസിൽ നിന്ന് ജർമ്മനിയിലേക്ക് 8 മണിക്കൂർ പ്ലെയിൻ ഓടും. ആ പ്ലെയിൻ അവിടെ ചെന്നിറങ്ങി
എല്ലാം ഒരുപോലെ പ്രൈസലോ. ചിലർക്ക് രാത്രിയിൽ ഉറക്കമില്ല, പകല് മുഴുവൻ അതും ഇതും കാണിച്ച് ഗുരുത്തക്കേട് പറഞ്ഞ് അടിച്ചു മാറ്റി തെറിയും പറഞ്ഞ് ഊരുപിരാക്കം നടത്തി പ്രാർത്ഥിക്കാതെ ശാപ്പാട്ട് രാമനായി ഭക്ഷണം ഇടിഞ്ഞുള്ള ഓവാസം ഇഷ്ടമില്ലാതെ ഉപദേശമാർക്കെതിരെ പാരയും വെച്ച് വേലയും വെച്ച് സാത്താനെയും കൂട്ടുപിടിച്ച് ഉറക്കത്തിൽ ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ എന്നെ നിർഭയം വസിക്കുമാറാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് പണ്ട് ബസ് കണ്ടക്ടർ കല്യാണം കഴിച്ച് രാത്രി പോലായി പോയി. അയാൾ കട്ടിലേ കിടന്ന് പറഞ്ഞു, സ്വോത്രം, ഒരാളുണ്ടല്ലോ ഒരാൾ മണവാട്ടിപ്പുറത്ത് ഒരു കാറാനായിട്ട് തുടങ്ങി. എനിക്ക് അന്ന് രാത്രി അവൾ ഉറങ്ങിയില്ല. നേരം വെളുത്തപ്പോൾ അവരെ മനസ്സിലായത് ഇയാൾ കണ്ടക്ടറായിരുന്നു. ഒരാളുടെ ടിക്കറ്റ് എടുക്കാനുണ്ടല്ലോ. ഉറക്കത്തിൽ കിടന്ന് പിച്ചും പയ്യും പറയുന്ന പുള്ളികളുണ്ട്. നിലവിൽ ഇപ്പോൾ ഇവരിവിടെ വന്നിട്ടുണ്ട്. അതിൻ്റെ ചില പുള്ളികൾ, പല്ല് കടിക്കുന്ന പുള്ളികൾ. ഇവിടെ കൂർക്കം വിളിച്ചാൽ ശക്തനാറ് കേൾക്കാം. ചിലരുടെ കൂർക്കമ്പലി എന്നൊക്കെ കേട്ടാലുണ്ടല്ലോ, ഇതെല്ലാം ശരിയായ നിലയിൽ ആത്മീയവൽക്കരിച്ചാലുണ്ടല്ലോ ഇതെല്ലാം മാറും. ശ്വാസകോശ സംബന്ധമായിട്ടുള്ളത്, വൃക്ക സംബന്ധമായിട്ടുള്ളത്, ഹൃദയ സംബന്ധമായിട്ടുള്ളതെല്ലാം മാറും. ദൈവത്തിന് സ്തോത്രം. പരിശോധിച്ചാൽ പലവിധ രോഗം ഇന്ന് രാത്രിയുണ്ട്. എൻ്റെ കൃപ നിനക്ക് മതി. ദൈവത്തിന് മഹത്വം. പരിസ്ഥിതിയിൽ ഉണങ്ങി ജീവിക്കാൻ ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം. വളിച്ച കോഴിയും അഴിഞ്ഞ സാമ്പാറും ഫൈബറില്ലാത്ത പൊറോട്ടയും സിപ്രോഫ്ലോക്സാസിൻ കയറിയ ഇറച്ചിക്കോഴിയൊക്കെ കഴിച്ച് ചില കൊച്ചുങ്ങൾക്ക് അത് കൂടുതലായിട്ട് കൊടുക്കുന്നു. ഇതുങ്ങൾ സ്കൂളിലേക്ക് പോവുക പുസ്തകമായിട്ട് കോഴി നടക്കുന്ന പോലെ നാശത്തിനായിട്ടാണ് കൊടുക്കുന്നത്. ദൈവത്തിന് നാച്ചുറൽ ഫുഡ് കൊടുക്കണം. നാടൻ ഫുഡ്, നല്ല കപ്പയും നല്ല മീനും നല്ല ഇറച്ചിയും കഞ്ഞും മോരുകറി പാവയ്ക്കാത്തവരുടെ കുഞ്ഞുങ്ങളെ തീറ്റി പഠിപ്പിക്കണം. എന്നിട്ട് തള്ള പറയാ, എൻ്റെ മോക്ക് ഇതൊന്നും വേണ്ട, അവളെ കഴിക്കത്തില്ല, അവർക്ക് കോഴിയുടെ മണം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പ്രൈസ്. പശു പറയുന്നിടത്തല്ല തൊഴുത്ത് വെക്കേണ്ടത്. നിങ്ങളുടെ വീട്ടിലൊരു പശുവിനെ മേടിച്ചോണ്ടത് പശു പറയാ, ലീലാമേ നിങ്ങളുടെ ബെഡ്റൂമിൽ നിങ്ങളോട് ഇപ്പോൾ എന്നെ കിടത്താമോ? കിടത്താം. നമ്മളാ തീരുമാനിക്കുന്ന ഈ കൊണ്ടുവന്ന പശുവിനെ എവിടാ കിടത്തണമെന്ന്. പിള്ളേരുടെ ഇഷ്ടത്തിന് വഴങ്ങിക്കൊടുത്താൽ അത് നിനക്ക് ദോഷമായിട്ട് മാറും. പ്രൈസ് ദി ലോർഡ്. രാത്രി സമയത്ത് ഉറക്കമില്ലാതായി തരും. എൻ്റെ ചെറുപ്പത്തിലും മറ്റുമൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് സഞ്ചരിച്ച് വാചകം ഒടിച്ച് കെട്ടിപ്പിടിച്ചൊന്നും പോകാറില്ല. ഇന്ന് ശക്തനഗറിലും തൃശ്ശൂരും അവിടെയൊക്കെ ചെന്ന് നോക്കാം. ഞാൻ മിനിഞ്ഞാന്ന് തമിഴ്നാട്ടിലായിരുന്നു. ഞാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുക. ദൈവത്തിന് നോക്കുന്നിടത്ത് മുഴുവൻ തൊപ്പിക്കോഴിയാണ്. സ്വോത്രം. അത് ജോഡിയായിട്ടാണ് പോകുന്നത്. ഏതെല്ലാം മോഡലാണെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു തൊപ്പിക്കോഴി, പ്രൈസ് ദി ലോർഡ്, ഒരു പെൺകുട്ടിയും കൂടെ ബെഞ്ചിലിരിക്കുക, പേട്ടലിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവരെങ്ങാണ്ടെന്ന് കറങ്ങി തിരിഞ്ഞ് വന്നത് ഇങ്ങനെ ഇരിക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടെ കണ്ണ് നേരെയല്ല, അവിടെ കണ്ണ് മുഴുവൻ ആ വാതിലിൻ്റെ അങ്ങോട്ട് ആരെങ്കിലും കാണുന്നുണ്ടോ കാര്യമുണ്ടോന്ന് പറയും. ഇവൻ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക്. അപ്പോൾ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. സ്വോത്രം. പറഞ്ഞ അവള് പറഞ്ഞു വരുന്നുണ്ടോന്ന് പറഞ്ഞു. അറിയുമ്പോൾ ചാടിയെടുത്ത് തൊപ്പിക്കോടി ചാടിയെടുത്തിട്ട് രണ്ടിൻ്റെ കയ്യിൽ ഒരു ടച്ച് ഫോണുണ്ട്. ദൈവത്തിന് മഹത്വം. അതിനകത്ത് ചരണ്ടിക്കൊണ്ടാ പരിപാടി മുഴുവൻ. കണ്ടോ? ഒളിച്ചോട്ടം, പ്രേമവിവാഹം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജനിപ്പിച്ച മാതാപിതാക്കന്മാരുടെ ഇഷ്ടപ്രകാരം പോകാതെ ഒരു സുപ്രഭാതത്തിൽ നീ സ്വയമായിട്ടെടുക്കുന്ന തീരുമാനങ്ങൾ നിന്റെ ജീവിതത്തിന്റെ നാശത്തിലേക്ക് തിരിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വളർന്നു വരുന്ന യുവതലമുറ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ചെറുപ്പത്തിൽ എന്നെ ഗുണദോഷിക്കാൻ ആരുമില്ലായിരുന്നു, അനുസരിക്കാനും എന്നെ ആശ്രയിക്കാൻ എനിക്ക് ആരുമില്ലായിരുന്നു. ഞാൻ അനാഥനായിട്ട് മാറി. എന്നാൽ എൻ്റെ ജീവിതത്തിൽ വിശുദ്ധന്മാരുടെ ക്ലാസ്, അവരുടെ ഉപദേശം, അവരുടെ ശാസന എൻ്റെ ജീവിതത്തിൽ നിർണായകമായ വഴിത്തിരിവിലേക്ക് മാറി. അതുകൊണ്ടാണ് ഈ കറുത്ത വേദപുസ്തകം എടുത്തു. അതിൻ്റെ അകത്തെ പൊന്നുതമ്പുരാനെ അറിഞ്ഞതുകൊണ്ടാണ് ഈ അനുഗ്രഹം ഉണ്ടായത്. നിനക്ക് ദീർഘായുസ് ഉണ്ടാകാനും നന്മയുണ്ടാകാനും നിന്റെ മാതാപിതാക്കന്മാരെ നീ ബഹുമാനിക്കണം. ഞാൻ പാസ്റ്റർമാരുടെ ചെരുപ്പുകൾ കഴുകുമായിരുന്നു, അവരുടെ വസ്ത്രം കഴുകി കൊടുക്കുമായിരുന്നു, അവരുടെ ടോയ്ലറ്റ് ഞാൻ കഴുകുമായിരുന്നു, അവർക്ക് വസ്ത്രം മേടിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു. ഞാൻ സന്തോഷത്തോടെ ആ ശുശ്രൂഷ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ആ കർത്തദാസന്മാരെ കൈവച്ച് അനുഗ്രഹിച്ചു. 10-35 മുമ്പ് കർത്താവേ ഇവനെ അനുഗ്രഹിക്കണമേ. വാര്യാപുരം ജോനാച്ചൻ എനിക്ക് അധികമായി സ്നേഹം പകർന്നു. മുണ്ടിയപ്പള്ളി ചാക്കോച്ചൻ, അവരൊക്കെ വളരെ ആത്മാർത്ഥമായ, അന്നമ്മ മാമൻ, ലോകമാം ഗംഭീര വാരിത്തുള്ളത് പാട്ടുപാടിയ കർത്തൃദാസി, അവരുടെയൊക്കെ സ്നേഹം അതൊക്കെ എന്തുവായിരുന്നു. മല്ലപ്പള്ളി പൊടിക്കുഞ്ഞ്, അവരുടെയൊക്കെ പ്രസംഗം, ആദർശശുദ്ധി, ആത്മീയത, സഹോദര സ്നേഹം എന്തോ ആയിരുന്നു. സ്തോത്രം. ആ ഒരു പണ്ടത്തെ പോലൊരു നല്ല കാലം നമുക്കുണ്ടാകണം. ഈ 4 ഗ്രൂപ്പിലും ചെന്ന് കയറാതെ ഈ മാറിക്കിടക്കുന്നവന്റെ അരിക്കലേക്കാണ് യേശു കടന്നു ചെന്നത്. പ്രൈസ് ദി ലോർഡ്. മറ്റേ ഗ്രൂപ്പിൽ കടന്നിരുന്നെങ്കിൽ ഇവനും യേശുവുമായിട്ടൊരു ബന്ധമുണ്ടാകത്തില്ല. ആ ഗ്രൂപ്പിൽ നിന്ന് മാറിക്കടന്നത് കൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ആ വെളിപ്പാടില്ലാത്തവന്റെ കൂട്ടത്തിൽ നിന്നും